ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കുറച്ച് ദിവസമായില്ലേ നമ്മളൊരു ഹിസ്റ്റോറിക്കൽ മൂവി കേട്ടിട്ട്. എന്നാൽ ഇത് വെറും ഒരു ഹിസ്റ്റോറിക്കൽ മൂവി മാത്രമല്ല, ഒരു വാമ്പയർ ഹണ്ടിങ് മൂവിയാണ്. എന്നാൽ ഈ സിനിമയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ചരിത്രത്തിൽ എബ്രഹാം ലിങ്കൺ എന്നൊരു മഹാനായ മനുഷ്യനുണ്ടായിരുന്നില്ലേ, ഒരു അമേരിക്കൻ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ ലൈഫും അതിന്റെ കൂടെ കുറച്ചധികം ഫാന്റസി എലമെന്റുകൾ കൂടെ ചേർത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാടധികം ആക്ഷൻ സീനുകളുള്ള ഒരു കിടിലൻ ത്രില്ലർ മൂവി തന്നെയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അമേരിക്കയിൽ ഭീകരമായിട്ട് പടർന്നുകൊണ്ടിരിക്കുന്ന വാമ്പേഴ്സ്, അവറ്റകളെ എങ്ങനെയാണ് എബ്രഹാം ലിങ്കൺ ഇല്ലാതാക്കാൻ പോകുന്നത്, എല്ലാം നമുക്ക് ഈ ഒരു കഥയിലൂടെ തന്നെ കേട്ട് മനസ്സിലാക്കാം. നല്ല അടിപൊളി കഥയാണ്, ധൈര്യമായിട്ട് കേട്ടോ. അപ്പൊ പോവുകയല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. വർഷം 1865 ഏപ്രിൽ 14. ഈ ദിവസമാണ് മഹാനായ എബ്രഹാം ലിങ്കൺ മരണപ്പെടുന്നത്. അദ്ദേഹം മരിക്കുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അദ്ദേഹം കാര്യമായിട്ട് തന്നെ ഒരു ഡയറിയിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതുന്നുണ്ട്. അത് പിന്നീട് ഹെൻറി എന്ന ആളുടെ കയ്യിലേക്ക് എത്തുകയാണ്. ഹെൻറി പിന്നീട് ആ ഒരു ഡയറി അത് വായിക്കാൻ ആരംഭിക്കുകയാണ്. ആ ഡയറിയിൽ നിറയെ എബ്രഹാം ലിങ്കൺ അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. എബ്രഹാം ലിങ്കണ് 9 വയസ്സുണ്ടാകുന്ന സമയത്ത് ലിങ്കൺ അച്ഛന്റെ കൂടെ ചില ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വെള്ളക്കാരൻ, കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ലിങ്കന്റെ ഒരു കൂട്ടുകാരനുണ്ട് വിൽ. അവൻ അവന്റെ മാതാപിതാക്കളിൽ നിന്ന് പിടിച്ചു മാറ്റിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ആ ഒരു കുട്ടി കരഞ്ഞോണ്ടിരുന്നപ്പോ ചാട്ടവാറ് വെച്ച് ഇയാൾ അടിക്കുന്നുണ്ട്. ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ ലിങ്കൻ അച്ഛനോട് പറയുമ്പോൾ അതൊന്നും മൈൻഡ് ആക്കാതെ നീ ഇവിടെ ഇരിക്കുന്നു പറയാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ലിങ്കന് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു കോടാലി എടുത്തുകൊണ്ട് ചാട്ട വെച്ച് അടിക്കുന്ന ആ ആളുടെ നേർക്ക് ഓടിച്ചെന്ന് വീശാണ്. എന്നാൽ അപ്പോഴേക്കും ലിങ്കന്റെ കൈ അയാൾ പിടിച്ച് ആ രണ്ടുപേരെയും, ലിങ്കനെയും വില്ലിനെയും, ഇയാൾ അത് വെച്ച് അടിക്കുകയാണ്. ഇത് കണ്ടോണ്ട് നിൽക്കാൻ ലിങ്കന്റെ അച്ഛന് പറ്റിയില്ല. ഓടി വരികയാണ്. ചാട്ടവാറ് പിടിച്ചു വെച്ച് അയാൾക്കിട്ട് 2 ഇടി കൊടുക്കുകയാണ്. അയാൾ അപ്പുറത്തുണ്ടായിരുന്ന വെള്ളക്കെട്ടിലേക്ക് വീഴുന്നുണ്ട്. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് ഈ വെള്ളക്കാരന്റെ മുതലാളി ജാക്ക് ബാർട്ട് വരുന്നുണ്ട്. ജാക്ക് ബാർട്ടിന്റെ കയ്യിൽ നിന്നും എബ്രഹാം ലിങ്കന്റെ അച്ഛൻ കുറച്ച് കാശ് കടം മേടിച്ചത് കൊണ്ട് തന്നെ അയാളുടെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ആളെ തല്ലാൻ നിനക്ക് ഇത്ര ധൈര്യം എന്നൊക്കെ ഈ ജാക്ക് ബാർട്ട് ചോദിക്കുന്ന സമയത്ത് എബ്രഹാം ലിങ്കൺ അദ്ദേഹത്തിന്റെ അമ്മ വന്നിട്ട് പറയാണ്, ഈ ലോകത്തിൽ ഒരടിമയുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ബാക്കിയുള്ള എല്ലാവരും അടിമകളായതുപോലെയാണ്. ഇത് കേട്ട സമയത്ത് ജാക്ക് ബാർട്ട് ഒരു വല്ലാത്ത ചിരിച്ചിരിക്കുകയാണ്. ഇതിനുള്ള മറുപടി ഞാൻ പിന്നെ തന്നോളാന്ന് പറയാണ്. അയാൾ അവിടെ വെച്ച് കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല. അന്നേ ദിവസം രാത്രി ഉണ്ടല്ലോ, ലിങ്കൺ എന്തൊക്കെയോ ചില നോട്ടുകളൊക്കെ എഴുതിയിട്ട് ചുമ്മാ അങ്ങനെ ഉറക്കം വരാതിരിക്കുമ്പോൾ ആരും ഒരാൾ വാതിൽ തുറക്കുന്ന ശബ്ദം അവൻ കേൾക്കുകയാണ്. അവനാകെ പേടിച്ചുപോയി. പിന്നീട് പതിയെ അവന്റെ ആ ഒരു പുതപ്പ് മുകളിൽ നിന്ന് മാറ്റി നോക്കുമ്പോൾ തൊട്ട് താഴെയായിട്ട് അവന്റെ അമ്മ കിടക്കുന്നുണ്ട്. ഇപ്പോ അവൻ നോക്കുമ്പോൾ അവന്റെ അമ്മയുടെ അരികിലേക്ക് കോട്ടെല്ലാം ധരിച്ച് തുപ്പിയല്ലായിട്ട് ഒരാൾ വരുന്നുണ്ട്. അവന്റെ അമ്മയുടെ കയ്യിൽ എന്തോ ഒന്ന് ചെയ്യാണ്. അതുപോലെ ആ ഇടയിലൂടെ നോക്കുന്ന ലിങ്കന്റെ മുഖത്തേക്കും അയാൾ ഒരൊറ്റ നോട്ടാണ്. അവനാകെ പേടിച്ചുപോയി. ഇന്ന് രാവിലെ അവന്റെ അമ്മയോടും അച്ഛനോടും അവനോടും തർക്കിച്ച ജാക്ക് ബാർട്ടായിരുന്നു അത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ട് നോക്കുമ്പോൾ ലിങ്കന്റെ അമ്മയ്ക്ക് എന്തോ വല്ലാത്തൊരു രോഗം വന്നിരിക്കുകയാണ്. അബോധാവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ആ കട്ടിൽ കിടന്ന് പെടയാണ്. ഞരമ്പുകളൊക്കെ തുടുത്ത് നിൽക്കുകയാണ്. കണ്ണുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വൈദ്യുതി വന്ന് നോക്കി. എന്താണ് അവർക്ക് പറ്റിയെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുവിധം ശാന്തമായ സമയത്ത് ലിങ്കനെ അവന്റെ അമ്മ അരികിൽ വിളിച്ചിരുത്തുകയാണ്. അവനോട് സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അധികം വൈകാതെ ആ പാവം സ്ത്രീ മരണപ്പെട്ടു പോകും. അവരുടെ ആ ഒരു മൃതദേഹം എല്ലാം മറവ് ചെയ്യുന്ന സമയത്ത് നല്ല കോപത്തിലായിരിക്കുന്ന ലിങ്കനോട് അവന്റെ അച്ഛൻ പറയുന്നുണ്ട്, മോനെ ഇതിവിടെ തീരണം. ഇതിന്റെ പിന്നാലെ പകയുമായിട്ട് നീ നടക്കാൻ പാടില്ല. അച്ഛന് വാക്ക് തരണം എന്ന് പറയണം. കുട്ടിയായിരിക്കുന്ന ലിങ്കൺ അവന്റെ അച്ഛന് അവിടെ വെച്ച് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞ് കുറച്ചധികം വർഷങ്ങളായിട്ടുണ്ട്. ഒരു ബാറിലിരിക്കുന്ന നമ്മുടെ എബ്രഹാം ലിങ്കനെ കാണിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരനായിട്ടുണ്ട്. അന്ന് അവൻ അച്ഛന് വാക്ക് കൊടുത്തായിരുന്നു, അമ്മയെ കൊന്നവനോടോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ആ രോഗം വരുത്തിയവനോടോ പ്രതികാരം വീട്ടാനായിട്ട് പോകില്ല എന്ന്. എന്നാൽ അച്ഛൻ മരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇനി ആ വാക്ക് ഞാൻ പാലിക്കേണ്ട ആവശ്യമില്ല. അവൻ അങ്ങനെ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നീട് അവിടെ വെച്ച് മദ്യപിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് അവന്റെ ഷോൾഡറിൽ തട്ടുകയാണ്. എന്താണ് മോനെ, ഭയങ്കര എന്തോ വിഷമത്തിലാണെന്ന് തോന്നുന്നു. ഇപ്പൊ എബ്രഹാം ലിങ്കൺ തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല ആരോഗ്യം ചുറുചുറുക്കൊക്കെ ഉള്ള ഒരാൾ. ഇയാളുടെ പേരാണ് ഹെൻറി. ഹെൻറി പറയാണ്, ഈ പ്രായത്തിലൊക്കെ ഇമാതിരി കുടി കുടിച്ചാല് നിന്റെ ലിവറൊക്കെ അടിച്ചു പോകുന്നു. അതുപോലെ തന്നെ അവന്റെ ദേഹത്ത് തൊട്ടപ്പോ അവന്റെ അരയിലുണ്ടായിരുന്ന ഒരു ഗണ്ണ് താഴേക്ക് വീഴുന്നുണ്ട്. ഇതെന്തിനാ ഈ ഗണ്ണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ എബ്രഹാം ലിങ്കൺ അവിടുന്ന് പോവാണ്. ആളൊഴിഞ്ഞ നദിയുടെ ഒരു ഭാഗം അവിടെ വെച്ച് ഒരുപാട് ചരക്കും കാര്യങ്ങളൊക്കെ കപ്പലിലൂടെ നീക്കം ചെയ്യുന്നുണ്ട്. അവിടെ ഇപ്പൊ പ്രധാനിയായിട്ടുള്ള ഈ കഥയുടെ വില്ലനെ കാണിക്കുകയാണ് ആദം. അയാളുടെ കൂടെ തന്നെ ആദത്തിന്റെ സഹോദരിയായിട്ടുള്ള വെഡോമയുണ്ട്. ഇവരുടെ കൂടെ ജാക്ക് ബാർട്ട്, അതായത് എബ്രഹാം ലിങ്കന്റെ അമ്മയെ കൊന്ന ആ ആളുമുണ്ട്. ഈ നാട്ടിൽ നിന്നും ആവശ്യമായിട്ടുള്ള ചരക്ക് അത് കയറ്റി അയക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ആദം ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഈ ചരക്ക് എന്ന് പറയുന്നത് അത് മനുഷ്യരാണ് കേട്ടോ. ഈ കാര്യമെല്ലാം ആ പാലത്തിന്റെ അടിയിൽ നിന്നുകൊണ്ട് ആര് കേൾക്കാണ്? നമ്മുടെ എബ്രഹാം ലിങ്കൺ കേൾക്കാണ്. അങ്ങനെ ആദമും അതുപോലെ വെതോമയും രണ്ടുപേരും പോയി കഴിഞ്ഞപ്പോ അവിടെ ഇപ്പോ ഈ ജാക്ക് ബാർട്ട് ഒറ്റയ്ക്കായല്ലോ. ഇപ്പൊ അയാളുടെ അരികിലേക്ക് ഒരു ഗണ്ണുമായിട്ട് എബ്രഹാം ലിങ്കൺ ചെല്ലുകയാണ്, തന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രതികാരം വീട്ടാനായിട്ട്. എന്നാൽ ജാക്ക് ബാർട്ടിനെ ഗൺ പോയിന്റിൽ കിട്ടിയിട്ടും അയാളെ വെടിവെച്ച് കൊല്ലാൻ കഴിയുന്നില്ല. കാരണം ആ ഒരു ഗണ്ണ് പൊട്ടുന്നില്ല. ഇപ്പൊ ജാക്ക് ബാർട്ട് പറയണത്,
ആഹാ വന്ന് പെട്ടല്ല എന്റെ മുന്നിൽ. ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഈ ജാക്ക് ബാർട്ട് ഇയാളുടെ കൂട്ടം ഇതൊന്നും സാധാരണ മനുഷ്യരല്ല, എല്ലാം രക്തം കുടിക്കുന്ന വാമ്പേഴ്സ് ആണ്. അയാളുടെ ആ ഒരു മുഖെല്ലാം മാറാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ആദ്യം അവിടെ ഉണ്ടായിരുന്ന ഒരു റൂമിൽ കയറിയിട്ട് കഥ കിടക്കുകയാണ്. ഇതേ നേരം തന്നെ ജാക്ക് ബാർട്ട് ഇയാൾ വന്നിട്ട് കഥക് തല്ലി പൊളിക്കാനും നോക്കുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയൊക്കെയോ എബ്രഹാം ലിങ്കൺ ആ ഒരു ഗണ്ണ് ലോഡ് ചെയ്യാൻ കേട്ടോ. പക്ഷേ ബുള്ളറ്റ് ഇടാൻ നോക്കുമ്പോൾ അത് താഴെ കുരുണ്ട് വീണ് പോവാണ്. ആ നേരത്ത് ആ ടേബിളിന് താഴെ മരിച്ചു കിടക്കുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട്. അവളുടെ രക്തം മുഴുവനും ഇവിടെ ഉണ്ടായിരുന്ന വാമ്പേഴ്സ് കുടിച്ചിട്ടുണ്ട്. മിക്കവാറും അത് ജാക്ക് ബാർട്ടും കൂട്ടരുമായിരിക്കും. എന്തായാലും അധികം വൈകാതെ ജാക്ക് ബാർട്ട് ആ ഒരു വാതിൽ തല്ലി പൊളിക്കുകയാണ്. എന്നാൽ അതേ നേരം തന്നെ എബ്രഹാം ലിങ്കൺ ഗണ്ണ് ലോഡ് ചെയ്തു. അത് വെച്ച് ഇവന്റെ കണ്ണിലേക്ക് ഒരൊറ്റ പൊട്ടിക്കലാണ്. നെല്ലം പൊത്തി വീഴുകയാണ് കേട്ടോ. വന്ന ദൗത്യം അത് കഴിഞ്ഞു എന്ന് കരുതിയിട്ട് എബ്രഹാം ലിങ്കൺ പോവുകയാണ്. പക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോ അവന്റെ പിന്നിൽ ജാക്ക് ബാർട്ടിന്റെ ആ ഒരു മൃതദേഹം കാണാനില്ല. എന്നാൽ പെട്ടെന്ന് മറ്റൊരു സൈഡിൽ നിന്നും ഒരു ഉഗ്രരൂപിയായി മാറിയ ജാക്ക് ബാർട്ട് അവന് നേരെ കടിച്ചു കീറാൻ വരികയാണ്. അതായത് വാമ്പേഴ്സിന്റെ യഥാർത്ഥ രൂപത്തിലേക്കായി മാറിയിട്ട് ആ രൂപത്തിലേക്ക് മാറിയ ജാക്ക് ബാർട്ടിനോട് മുട്ടി നിൽക്കാൻ നമ്മുടെ എബ്രഹാം ലിങ്കന് പറ്റുന്നില്ല കേട്ടോ. അവൻ താഴേക്ക് വീഴാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ജാക്കിനെ പിന്നിൽ നിന്നും ആരൊരാൾ വലിച്ചു തൂക്കിയിട്ട് ഒരൊറ്റ അടിയാണ്. അടി എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ അടിക്കുന്നത് പോലെ ആ അടിക്ക് അവൻ എങ്ങോട്ടോ തെറിച്ചു പോകുന്നുണ്ട് കേട്ടോ. എബ്രഹാം ലിങ്കൻ നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, ബാറിൽ വെച്ച് അവൻ കണ്ട ആ ഒരു ഹെൻറി ആയിരുന്നു. എന്തായാലും അതോട് കൂടിയിട്ട് എബ്രഹാം ലിങ്കന്റെ ബോധം പോവാണ്. പിറ്റേ ദിവസം രാവിലെയായി ബോധം വന്ന് നോക്കുമ്പോൾ ഈ ഹെൻറിയുടെ വീട്ടിലാണ് അവനുള്ളത്. വീടാകെ നാശകോശമായി കിടക്കുകയാണ്. പിന്നീട് ഹെൻറിയെ കണ്ട സമയത്ത് എബ്രഹാം ലിങ്കൻ ഭയങ്കര അത്ഭുതത്തിൽ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു വാമ്പയറിനെ അത്രയും ഹൈറ്റിലേക്ക് എടുത്ത് വലിച്ചെറിഞ്ഞത്? നിങ്ങളെ കൊണ്ട് അതെങ്ങനെ സാധിച്ചു? എനിക്കും പഠിപ്പിച്ചു തരുമെന്ന് ചോദിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ ഹെൻറി പറയാണ്, ഞാനൊരു വാമ്പയർ ഹണ്ടർ ആണ്. എന്നെ പോലെ ഒരു ഹണ്ടർ ആവണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ദയവ് ചെയ്ത് എന്നെയും കൂടെ ഒരു വാമ്പയർ ഹണ്ടർ ആകണം. കാരണം എന്റെ അമ്മയെ കൊന്നത് അവന്മാരാണ്. എനിക്ക് ആ ഒരു പക വീട്ടണം എന്ന് പറയാണ്. ഈ സമയത്ത് ഹെൻറി പറയാണ്, നിന്റെ ഈ പക കാരണമൊന്നും ഒരു വാമ്പയർ ഹണ്ടർ ആകാൻ കഴിയില്ല. പകയെല്ലാം മാറ്റിവെച്ച് നല്ല യുക്തിയോടുകൂടെ പോരാടിയാൽ മാത്രമേ അവന്മാരെ തോൽപ്പിക്കാൻ കഴിയുള്ളൂ. അതായത് വാമ്പയർ ഹണ്ടർ ആകുക എന്ന് പറയുന്നത് ഒരിക്കലും നിസാരമായിട്ടുള്ള കാര്യമേ അല്ല. എന്തായാലും അവസാനം എബ്രഹാം ലിങ്കന്റെ ആ ഒരു നിർബന്ധ പ്രകാരം ഹെൻറി പഠിപ്പിക്കാന്ന് പറയാണ്. പക്ഷെ ഒരു കണ്ടീഷൻ, നിന്റെ ഉള്ളിലെ പക, ദേഷ്യം ഇതെല്ലാം നീ മാറ്റിവെക്കണം. ജാക്ക് ബാർട്ട് അവനെ കൊല്ലുക എന്നുള്ള ആ ഒരു ഉദ്ദേശം മാറ്റിവെച്ച് ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന വാമ്പേഴ്സിനെ മാത്രമേ നീ കൊല്ലാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രെയിനിങ് ആരംഭിക്കാന്ന് പറയാം. നമ്മുടെ എബ്രഹാം ലിങ്കൻ അതിന് സമ്മതം മൂലമാണ്. അതിനുശേഷം വെപ്പൺസ് ഒക്കെ വെച്ച് ആ റൂമിലേക്ക് പോയിട്ട് പലതരം ഗണ്ണുകൾ എബ്രഹാമിനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഈ ഗണ്ണുകളൊക്കെ കാണുന്ന സമയത്ത് എബ്രഹാം ലിങ്കൻ പറയാണ്, എനിക്കിതൊന്നും ഉപയോഗിക്കാറില്ല. ഞാനൊരു മരം വെട്ടുകാരനായിരുന്നു. കോടാലിയെ എന്നെ കൊണ്ട് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ശരി, നമുക്ക് കോടാലി വെച്ച് തന്നെ പ്രാക്ടീസ് തുടങ്ങാം. പക്ഷെ അതിനു മുന്നേ ഒരു കണ്ടീഷൻ, ഒരു വാമ്പയർ ഹണ്ടർ ആയിട്ടുണ്ടെങ്കിൽ നിനക്കൊരു കൂട്ടുകാരൻ പാടില്ല, ഒരു പ്രണയിനി പാടില്ല, ആരും നിനക്കായിട്ട് ഉണ്ടാകാൻ പാടില്ല. എന്തായാലും ഇതിനുശേഷം ആ ഒരു കോടാലിയുമായിട്ട് അവിടെ ഉണ്ടായിരുന്ന തോട്ടത്തിലേക്ക് പോവാണ്. അവിടെ ഒരുപാട് മരങ്ങളുണ്ട്. ഒരു മരം കാണിച്ചിട്ട് ഇപ്പൊ ഹെൻറി പറയണം, ഒറ്റ വെട്ടിന് ഈ മരത്തെ നീ വെട്ടി മുറിക്കണം. എന്നാൽ അത് നടക്കോ എന്നൊക്കെ എബ്രഹാം ലിങ്കൻ ചോദിക്കുകയാണ്. അപ്പോ ഹെൻറി ഒരു കാര്യം പറയുന്നുണ്ട്, നിനക്ക് ഈ ലോകത്തിലെ ഏറ്റവും ദേഷ്യം ആരോടാണ്? എബ്രഹാം ലിങ്കൻ പറയാണ്, ജാക്ക് ബാർട്ട്, എനിക്ക് അവനോട് വെറുപ്പാണ്. എന്നാൽ അവനെ മനസ്സിൽ വിചാരിച്ച് വെട്ടെന്ന് പറയാണ്. ആദ്യത്തെ വെട്ടി, പക്ഷേ മരത്തിന് ചെറിയൊരു ക്രാക്ക് മാത്രമേ വന്നുള്ളൂ. അങ്ങനെ പല ആൾക്കാരുടെയും പല സംഭവങ്ങളും പറഞ്ഞ് അവനോട് വെട്ടാൻ പറയുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ സ്ക്രാച്ച് ആ മരത്തിൽ വരികയല്ലാതെ മരം പൊളിയുന്നില്ല, മുറിയുന്നില്ല. അവസാനം ഹെൻറി ഒരു കാര്യം പറയുന്നുണ്ട്, എബ്രഹാം ലിങ്കൺ, നിന്റെ അമ്മ മരിക്കാൻ കാരണക്കാരൻ നീ തന്നെയാണ്. ഈ സമയത്ത് എബ്രഹാം ലിങ്കണ് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഉള്ളിൽ അമിതമായ കോപം വരികയാണ്. ഒരേറ്റ വെട്ടാണ്. ആ വെട്ടില് മരം തുണ്ടായിട്ട് തെറിച്ചു പോയി കേട്ടോ. ഇതിനുശേഷം എബ്രഹാം ലിങ്കനെ നോക്കിയിട്ട് ഹെൻറി ഒരു കാര്യം പറയുന്നുണ്ട്, ശരിയായ ശക്തി അത് നിനക്ക് കിട്ടുക ഉള്ളിൽ അമിതമായിട്ട് കോപം നിറക്കുമ്പോഴല്ല, സത്യം അതെന്താണെന്ന് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്. പിന്നീട് അങ്ങോട്ടേക്ക് വേറെ ലെവൽ പ്രാക്ടീസ് ആയിരുന്നു കേട്ടോ. എബ്രഹാം ലിങ്കനെ എത്രത്തോളം നന്നായിട്ട് ആ ഒരു കോടാലി ഉപയോഗിക്കണം അതെല്ലാം നന്നായിട്ട് ഹെൻറി പറഞ്ഞു കൊടുക്കുകയാണ്. അവനത് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൻറി പ്രധാനമായ മറ്റൊരു കാര്യം പറയാണ്, നീ തേടി പോകുന്ന വാമ്പേഴ്സ് എല്ലാം ഇരുട്ടിലായിരിക്കും. അതുകൊണ്ട് അവറ്റകളോട് ഇരുട്ടിൽ പോരാടാനും നീ പഠിക്കണം. അതിനുവേണ്ടി ഒരു ഇരുട്ട് റൂമിൽ രണ്ടുപേരും കയറുകയാണ്. പൂരം ഫൈറ്റ് ആ ഒരു ഇരുട്ടിൽ വെച്ച് ഹെൻറിയും എബ്രഹാം ലിങ്കനും നടത്തുന്നുണ്ട് കേട്ടോ. ഇപ്പോ വാതിൽ തുറക്കുമ്പോൾ എബ്രഹാം ലിങ്കന്റെ ദേഹത്ത് മുഴുവൻ രക്തമാണ്. ഹെൻറിയുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് അടി കൊണ്ടിട്ടുണ്ട്. എന്നാൽ അപ്പോഴും എബ്രഹാം ലിങ്കൻ പറയുന്നത്, എനിക്ക് ഇനിയും പ്രാക്ടീസ് ചെയ്യണമെന്ന്. അങ്ങനെ കുറച്ചധികം ദിവസങ്ങൾ കടന്നു പോവാണ്. ഹെൻറിയുടെ കീഴിൽ എബ്രഹാം ലിങ്കൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. പിന്നീട് ഒരു ദിവസം എബ്രഹാമിന് ഹെൻറി പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. വാമ്പേഴ്സിനെ കുറിച്ച്, അവരുടെ വീക്ക്നെസ് എന്താണ്, അവരെന്താണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആ ബാറിലേക്ക് ജാക്ക് ബാർട്ട് വരികയാണ്. അതായത് അന്ന് അവൻ ചത്തിട്ടില്ല കേട്ടോ. അവന്റെ ഒരു കണ്ണിലേക്ക് ബുള്ളറ്റ് കയറിയെങ്കിലും അത് ഉള്ളിലേക്ക് പോയിട്ടില്ലായിരുന്നു. ഒരു കണ്ണ് മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ അവന്. അവനോടുള്ള ദേഷ്യം കാരണം അവനുമായിട്ട് വഴക്കുണ്ടാക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ എബ്രഹാമിനെ ഹെൻറി പിടിക്കുകയാണ്. അവന്റെ തല ആ ഒരു ടേബിളിൽ ചേർത്ത് പിടിച്ചിട്ട് പറയാം, നീ ആരെ കൊല്ലണം, ആരെ തല്ലണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. ഞാൻ കാണിക്കുന്ന ആളെ നീ കൊന്നാ മതി. അധികം വൈകാതെ തന്നെ എബ്രഹാം ലിങ്കനെ വേട്ടയ്ക്ക് വിടാൻ വേണ്ടി പോണ് ഹെൻറി. അതിനു മുന്നേ ആയിട്ട് അവന് പറ്റിയ ആയുധം നിർമ്മിച്ചു കൊടുക്കണം, നല്ലൊരു ഉഗ്രം കോടാലി. അതോടൊപ്പം തന്നെ ഇച്ചിരി വെള്ളി ഉണ്ടല്ലോ, അത് ഒരുക്കിയിട്ട് എബ്രഹാം ലിങ്കനോട് ഒരു കാര്യം പറയുന്നുണ്ട്. യൂദാസ് പണ്ട് യേശുക്രിസ്തുവിനെ ഒറ്റിയ സമയത്ത് അവന് കിട്ടിയത് 30 വെള്ളിക്കാശായിരുന്നു. അപ്പോഴും ഈ ചതിയന്മാർക്ക് പ്രിയപ്പെട്ടതായി മാറിയൊരു സാധനമാണ് ഈ വെള്ളി. ആ വെള്ളി തന്നെ ആ മഴുവിന്റെ മുകളിലായിട്ട് ഉരുക്കി ഒഴിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള ആയുധം കൊണ്ട് വെട്ടുകെട്ടിയാൽ അത് വാമ്പേഴ്സിന് ഭയങ്കരമായിട്ട് ഡാമേജ് ഉണ്ടാകും.
അതുപോലെ തന്നെ ഒരു ഫിലിമിലൂടെ ആരാണ് ഈ വാമ്പേഴ്സിന്റെ ലീഡർ അത് കാണിച്ചു കൊടുക്കുകയാണ് ആദം. അതുപോലെ തന്നെ ആദത്തിന് പ്രിയപ്പെട്ട അവളുടെ സഹോദരിയുണ്ട് വെതോമ. ഇവരുടെ എല്ലാം റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ആളാണ് ജാക്ക് ബാർട്ട്. അമേരിക്കയുടെ നോർത്ത് സൈഡ് മുഴുവനായിട്ടും ഈ വാമ്പേഴ്സ് കീഴടക്കി വെച്ചിരിക്കുകയാണ്. അവിടെ മുഴുവനായിട്ടും ഇവർ തന്നെയാണ്. ഒരാളെ കടിച്ചുകൊണ്ട് ഒരു സാധാരണ മനുഷ്യനെ വാമ്പയറാക്കി മാറ്റാൻ വേണ്ടി ഈ ആദത്തിന് കഴിയും. നമ്മുടെ ഈ ഒരു നാട്ടിൽ നിന്നും അടിമകളായിട്ട് ഒരുപാട് ആൾക്കാരെ അവരങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാർക്കൊക്കെ നരകതുല്യമായ ജീവിതമാണ്. അതുപോലെ ഈ വാമ്പേഴ്സിൽ പല ആൾക്കാരും അധികാരത്തിലിരിക്കുന്നുണ്ട്. പൊളിറ്റിക്കലി അവർക്ക് നല്ല പവറാണ്. ആരും അറിയാതെ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നല്ലാതെ നിയമത്തിന്റെ ഒരു സഹായം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഓപ്പറേഷൻ അതീവ രഹസ്യമായിരിക്കണം. നീ എന്തായാലും ഈ നാട്ടിൽ നിൽക്കണ്ട, മറ്റൊരു നാട്ടിലേക്ക് പോവാ. അവിടെ എന്തെങ്കിലും സാധാരണ ഒരു ജോലി ചെയ്യുക, പകൽ ജോലി ചെയ്യുക, രാത്രി വേട്ടക്കിറങ്ങുക. അങ്ങനെ ഇപ്പോൾ ഹെൻറി പറഞ്ഞതനുസരിച്ച് എബ്രഹാം ലിങ്കൺ മറ്റൊരു നാട്ടിലേക്ക് പോവാണ്. ഒരു വക്കീലാകണമെന്ന് എബ്രഹാമിന് നല്ല താല്പര്യമുള്ളത് കൊണ്ട് ജോലിയും പഠനവും ഒരുപോലെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നവൻ പ്ലാൻ ചെയ്യാം. എന്തായാലും ഒരു പുതിയ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു ജോലി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു കടയിൽ ജോലിക്ക് കയറുകയാണ്. ആ കടയുടെ ഓണർ ജോഷുവ സ്പീഡ് ഒരു നല്ല മനുഷ്യനാണ്. ഇനി വരുന്ന സമയത്ത് എബ്രഹാമിന്റെ നല്ലൊരു കൂട്ടുകാരനായിട്ട് ഇയാൾ മാറും കേട്ടോ. അങ്ങനെ ആ കടയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് എബ്രഹാം ലിങ്കൺ ആദ്യമായിട്ട് മേരി ടോഡിനെ കാണുന്നത്. അവളുമായിട്ട് നല്ല സൗഹാർദ്ദത്തിലാകുവാണ്. എന്നാൽ ഈ മേരി ടോഡ് ഓൾറെഡി എൻഗേജ്ഡ് ആയിരുന്നു. അവളുടെ ഹസ്ബൻഡും ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ അവളുടെ ഭർത്താവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അടിമ വ്യവസ്ഥ അതെന്തായാലും വേണം എന്ന് ചിന്താഗതിയുള്ള ഒരാളാണ്. എന്നാൽ ഇതുപോലെയുള്ള ഈ അടിമ സമ്പ്രദായം ഉണ്ടല്ലോ, ഇതിനോട് ഭയങ്കര വെറുപ്പുള്ള ആളാണ് മേരി ടോഡ്. കാരണം അവളുടെ ഉള്ളിൽ അല്പം മനുഷ്യത്വം ഉണ്ട്. അവളുടെ സംസാരത്തിലൂടെ എബ്രഹാം ലിങ്കന് ഈ ഒരു കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവളോട് ചെറിയൊരു അടുപ്പ് മനസ്സിന്റെ ഉള്ളിൽ തോന്നുന്നുണ്ട് കേട്ടോ. എന്നാൽ ആ പ്രണയമൊന്നും കാണിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഹെൻറി പറഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ ഹെൻറിയുടെ ഭാഗത്തുനിന്ന് ഒരു കത്ത് വന്നിരിക്കുകയാണ്. അതായത് കൊല്ലേണ്ട വാമ്പയറിന്റെ ലിസ്റ്റ്. സാധാരണ മനുഷ്യരെ പോലെ തന്നെ അവർക്കിടയിൽ ഈ വാമ്പേഴ്സ് ഉണ്ടാവും. അങ്ങനെ മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കടയിലേക്ക് എബ്രഹാം ലിങ്കൺ ചെല്ലുകയാണ്. ഇത് അവന്റെ ആദ്യത്തെ വേട്ടയാണ് കേട്ടോ. ആ കടയിലേക്ക് എത്തി നിങ്ങളല്ലേ ആള് എന്ന് പറയുന്നതിന് മുന്നേ അയാളുടെ മുഖക്കാകെ മാറി കയ്യിലുണ്ടായിരുന്ന ഒരു പൊടി എബ്രഹാം ലിങ്കന്റെ മുഖത്തേക്ക് ഒരൊറ്റ ഏറിയാണ്. ഒരു ഇച്ചിരി നേരത്തേക്ക് അവന്റെ ശ്രദ്ധ മാറിപ്പോയി. അവൻ നിൽക്കുന്ന ആ ഒരു ഭാഗം തുറന്ന് താഴേക്ക് എബ്രഹാം ലിങ്കൺ വീഴുകയാണ്. നോക്കുമ്പോൾ താഴെ ഒരു കയറുണ്ടായിരുന്നു. ആ കയറിൽ കുടുങ്ങിയിട്ട് തല കീഴായിട്ട് എബ്രഹാം ലിങ്കൺ നിൽക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് ആൾക്കാരെ അവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്. അവരുടെ എല്ലാം ദേഹത്ത് ഒരുപാട് അധികം മുറികൾ ഉണ്ടാക്കി ആ മുറിയിൽ നിന്നും രക്തം താഴെ കുറ്റുന്ന സമയത്ത് അതെല്ലാം ഒരു പാത്രത്തിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു വാമ്പയർ അങ്ങോട്ടേക്ക് വരികയാണ്. കയ്യിലൊരു പാത്രമുണ്ട്. അത് അവന്റെ തലയുടെ താഴെ വെച്ച് അവന്റെ കഴുത്തറുത്ത് രക്തം എടുക്കാൻ നിൽക്കുമ്പോഴേക്കും എബ്രഹാം ഒളിപ്പിച്ചു വെച്ച ഒരു കത്തി അത് പുറത്തേക്ക് എടുക്കുകയാണ്. ആ വാമ്പയറിന്റെ മുഖത്തിട്ട് വരയ്ക്കുന്നുണ്ട്. അതുപോലെ ആ കത്തി ഉപയോഗിച്ച് അവൻ ആ ഒരു കെട്ടിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അവന്റെ കോടാലി താഴെ വീണെടുക്കുകയായിരുന്നു. അത് എടുത്തൊരു വെട്ടുന്നുണ്ട്. ആ വെട്ടിൽ അവന്റെ തലയോട്ടി തന്നെ പൊളിഞ്ഞു പോവുകയാണ്. കിടിലെന്ന് പറഞ്ഞാൽ കിടിലൻ ആക്ഷൻ സീൻ ആയിരുന്നു. ഞാൻ എന്തായാലും ഈ പറയുന്ന സമയത്ത് കുറച്ചെല്ലാം വിഷ്വലുകൾ വെക്കുന്നുണ്ട് കേട്ടാ. എന്തായാലും ആ ഒരു വാമ്പയറിനെ കൊന്ന് ഈ നാടിന്റെ പുറത്തായിട്ട് ഒഴിഞ്ഞൊരു കാടുണ്ട്. ആ കാട്ടിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിടുകയാണ്. ഈ കാര്യമൊന്നും എബ്രഹാം ലിങ്കൺ ആരോടും പറയുന്നില്ല കേട്ടോ. അങ്ങനെ 2-3 ദിവസങ്ങൾ കടന്നു പോവാണ്. എബ്രഹാം ലിങ്കണും അതുപോലെ തന്നെ കടയുടെ ഉടമയായിട്ടുള്ള ജോഷുവ സ്പീഡും നല്ല കൂട്ടുകാരായിട്ടുണ്ട്. അതുപോലെ ഇവരുടെ സുഹൃത്തായിട്ടുള്ള മേരി ടോഡ് ഉണ്ടല്ലോ, അവളുടെ വീട്ടിൽ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഇവർ രണ്ടുപേരും പോവാണ്. അവിടെ വെച്ച് എബ്രഹാം ലിങ്കൺ ഒന്നുകൂടെ മേരിയുമായിട്ട് അടുക്കുന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു സൗഹൃദത്തിനിടയിൽ ഒരു ഡിസ്റ്റൻസ് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒരിക്കലും അടുക്കാൻ പാടില്ല എന്ന് ഹെൻറി പറഞ്ഞിട്ടുണ്ടല്ലോ. വീണ്ടും ഹെൻറിയുടെ ഭാഗത്തുനിന്ന് അടുത്ത കത്ത് വന്നിരിക്കുകയാണ്. അടുത്തത് ഏത് വാമ്പയറിനെയാണ് കൊല്ലേണ്ടത് എന്ന് പറഞ്ഞ ആ കത്തിൽ ഈ വാമ്പയറിനെ കുറിച്ച് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അതായത് കൺകെട്ട് കാണിക്കാൻ അവൻ മിടുക്കനാണ്. പെട്ടെന്ന് മുന്നിൽ നിന്നും അവൻ അങ്ങോട്ട് ഇല്ലാണ്ടായി പോകും. സോ ആ വാമ്പയറിനെ തേടിക്കൊണ്ട് എബ്രഹാം ലിങ്കൺ രാത്രി ഇറങ്ങാണ് കേട്ടോ. അവന്റെ പിന്നാലെ പതിയെ ചെന്ന് വെട്ടാൻ നിൽക്കുമ്പോഴേക്കും വാമ്പയർ മനസ്സിലാക്കി പെട്ടെന്ന് അവിടെ നിന്നും അപ്രത്യക്ഷനാവുകയാണ്. എന്നാൽ അവനെ കാണാനായിട്ട് തന്നെ കീശയിൽ കുറച്ച് അരിമണികളുമായിട്ടാണ് എബ്രഹാം വന്നത്. അതിലൊരു ഇച്ചിരി വാരിയിട്ട് മുന്നോട്ടേക്ക് എറിയാണ്. അപ്പൊ അവന്റെ ദേഹത്ത് അതങ്ങനെ തങ്ങി നിൽക്കുകയല്ലോ. അതുകൊണ്ട് അപ്രത്യക്ഷനായ ആ ഒരു വേമ്പറിന്റെ ഏകദേശ രൂപം അവന് കാണാൻ കഴിയുന്നുണ്ട്. അവന് നേരെ പാഞ്ഞു വരുന്ന ആ ഒരു വേമ്പറിന്റെ തല തന്നെ ഒരു ഷെൽഫിൽ പിടിച്ച് ഒരേറ്റ അമർത്തലാണ് കേട്ടോ. തല 2 കഷ്ണമായി. ആരും അറിയാതെ ആ വേമ്പറിന്റെ ഡെഡ് ബോഡിയും ഈ നാട്ടിന്റെ പുറത്ത് കൊണ്ടുപോയിട്ട് ഒരു കാട്ടിൽ കുഴിച്ചിടുക. വീണ്ടും ഓരോ ദിവസങ്ങളിലും ഓരോ ലെറ്റേഴ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കൊല്ലപ്പുരയിൽ ജോലി ചെയ്യുന്ന ഒരു വാമ്പയർ അവനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ എബ്രഹാം ലിങ്കൺ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടു കേട്ടോ. എന്നിരുന്നാലും ഈ ഇരുമ്പെല്ലാം ഉരുക്കാൻ ഉപയോഗിക്കുന്ന ആ അടുപ്പുണ്ടല്ലോ, ആ അടുപ്പിന്റെ ഉള്ളിലേക്ക് ഇവന്റെ തലയിട്ട് ആ തീ അടിച്ചടിച്ച് അവനെയും എബ്രഹാം ലിങ്കൺ കൊന്നുകളയാണ്. അങ്ങനെ 1-2 ദിവസത്തിന്റെ ഇടവേളയിൽ ഓരോ വാമ്പേഴ്സിനെയും അവൻ അങ്ങനെ വേട്ടയാടാൻ തുടങ്ങുകയാണ് കേട്ടോ. ചില ദിവസങ്ങളിലൊന്നും മര്യാദക്ക് അവന് ഉറങ്ങാൻ കഴിയില്ല. രാത്രി ഇതുപോലെ വേട്ട, പകൽ വന്നിട്ടുണ്ടെങ്കിൽ പഠിത്തം, അതുപോലെ തന്നെ അതിന്റെ കൂടെ ജോലി. മര്യാദക്കൊന്നും വിശ്രമിക്കാൻ കഴിയുന്നില്ല. ഇതിനുമിടയിൽ നേരിയുമായിട്ട് ഓരോ ഔട്ടിങ്ങിനും പോകാറുണ്ട്. അവര് തമ്മിൽ ഇപ്പൊ നല്ല സൗഹാർദ്ദത്തിലാണ്. ചിലപ്പോഴൊക്കെ അവന്റെ ക്ഷീണം കാണുമ്പോൾ നമ്മുടെ മേരി ചോദിക്കും, നീ എന്താ രാത്രി ഉറങ്ങാറില്ലേ? ഇപ്പൊ ഒരു തമാശ എന്നോണം എബ്രഹാം ലിങ്കൺ പറയണം, ഞാനേ രാത്രിയാകുമ്പോൾ വാമ്പേഴ്സിനെ വേട്ടയാടാൻ പോവാറുണ്ട്, അതാണ് ഉറക്കം കിട്ടാത്തതെന്ന്. എന്നാൽ മേരി വിചാരിച്ചു അത് അവൻ പറഞ്ഞ ഒരു തമാശ മാത്രമായിരിക്കുമെന്ന്. അത് കേട്ട് അവള് ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോകുന്തോറും ആ ഏരിയയിൽ ഒരുപാട് വാമ്പേഴ്സിനെ എബ്രഹാം ലിങ്കൺ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. ആരും ഈ ഒരു കാര്യം അറിയുന്നില്ല. എന്നാൽ ഒരാൾ ഈ കാര്യം മനസ്സിലാക്കി. വാമ്പേഴ്സിന്റെ ലീഡർ ആയിട്ടുള്ള ആദം. ആരാണിവൻ? നമ്മുടെ ഒരുപാട് ആൾക്കാരെ കൊന്നു കൊലവിളിക്കുന്നുണ്ടല്ലോ, എത്രയും പെട്ടെന്ന് തന്നെ അവനെ കണ്ടുപിടിക്കണം. ആ ഒരു ഓർഡർ ആദം കൊടുക്കുകയാണ്.
അധികാരത്തിലിരിക്കുന്ന ഒരുപാടധികം വാമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പോലീസുകാരെ വെച്ച് നമ്മുടെ എബ്രഹാം ലിങ്കനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇതിനുശേഷം എബ്രഹാം ലിങ്കനെ കാണിക്കുകയാണ്. അവനിപ്പോ പഠിച്ച ഒരു വക്കീലായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്തോ ഒരു കേസുമായിട്ട് എന്തോ ഒരു വിഷയം സംസാരിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട്. എന്നാൽ ആ ആളെ കണ്ട് എബ്രഹാം ലിങ്കൻ ഒന്ന് ഷോക്കായി പോവാണ്. മറ്റാരുമല്ല, അവന്റെ ബാല്യകാല സുഹൃത്തായിട്ടുള്ള വില്ലായിരുന്നു അത്. ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിക്കാണ് കേട്ടോ. അതുപോലെ എന്താണ് വില്ലിന്റെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ ഒരാളുടെ കീഴിലോ ഒരു അടിമയായിട്ടായിരുന്നു ഇത്രയും കാലം ജോലി ചെയ്തത്. എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ്. ഇനി എനിക്ക് അടിമയാകണ്ട. അതുകൊണ്ട് തന്നെ അതിന്റെ നിയമനിർദ്ദേശങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നീ ഒരു വക്കീലാണല്ലോ. ഇപ്പൊ എബ്രഹാം ലിങ്കൻ പറയാണ്, നീ പേടിക്കൊന്നും വേണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. എല്ലാവരും തോന്നിയതുപോലെ അങ്ങനെ അടിമകളാക്കാനൊന്നും പറ്റില്ല. അങ്ങനെ രണ്ടുപേരും പുറത്തേക്ക് പോയപ്പോൾ ഈ വില്ലിനെ പിടിക്കാനായിട്ട് 2-3 പോലീസുകാർ വരികയാണ്. എന്നാൽ ആ പോലീസുകാരോട് എബ്രഹാം ലിങ്കൻ പറയാണ് ഇവനെ വിട്ടുതരാൻ പറ്റില്ല. ഇവർക്കിടയിൽ പിന്നീട് ഒരു വാക്കുതർക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇത് അടിയായി മാറുകയാണ്. പോലീസുകാർക്ക് നമ്മുടെ എബ്രഹാം ലിങ്കന്റെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടി കേട്ടോ. എന്തായാലും അതിന്റെ പേരിൽ എബ്രഹാമിനെയും നമ്മുടെ വില്ലിനെയും ജയിലിട്ടിരിക്കുകയാണ്. പിന്നീട് ജയിലിൽ നിന്നും അവരെ ജാമ്യത്തിൽ കൊണ്ടുപോകുന്നത് മേരിറ്റോടാണ് കേട്ടോ. എന്തായാലും ഇതിനുശേഷം രാത്രിയുള്ള ആ ഒരു വാമ്പയർ ഹണ്ടിങ് മാത്രമല്ല എബ്രഹാം ലിങ്കൻ ചെയ്യുന്നത്. പകൽ ഈ അടിമ വ്യവസ്ഥ ഉണ്ടല്ലോ, ഈ സമ്പ്രദായത്തിനെതിരെ ഒരുപാടധികം ആൾക്കൂട്ടത്തിൽ നിന്നും പ്രസംഗിക്കാൻ തുടങ്ങി. അതിനെതിരെ പ്രതിരോധിക്കാനും പ്രതികരിക്കാനും തുടങ്ങി. അതുകൊണ്ട് തന്നെ പബ്ലിക്കലി എബ്രഹാം ലിങ്കന് പതിയെ പതിയെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് വരാൻ തുടങ്ങി കേട്ടോ. ഈ വെള്ളക്കാരായിട്ടുള്ള അമേരിക്കൻസ് അതിലെല്ലാവരും ഒന്നും ഈ ഒരു അടിമ വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല. അതിനോട് താല്പര്യമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് എബ്രഹാം ലിങ്കനെ സപ്പോർട്ട് ചെയ്യാണ്. നിങ്ങൾ എന്തായാലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം, നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ അധികാരത്തിലേക്ക് വരണം, എന്നാലേ ഈ നാട്ടിൽ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. ഓരോ ദിവസം കഴിയും തോറും പബ്ലിക്കിന്റെ ഇടയിൽ എബ്രഹാം ലിങ്കന്റെ സ്വാധീനം കൂടിക്കൂടി വരികയാണ്. ഈ നേരത്ത് എബ്രഹാം ലിങ്കനെ കാണാനായിട്ട് ഹെൻറി വരുന്നുണ്ട്. ഈ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഹെൻറി പല കാര്യങ്ങളും എബ്രഹാം ലിങ്കനോട് പറഞ്ഞായിരുന്നു. എന്നാൽ ആ കാര്യമൊന്നും എബ്രഹാം ലിങ്കൻ ഇപ്പൊ ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എബ്രഹാം ലിങ്കന് അടുത്തതായിട്ട് കൊടുക്കാൻ പോകുന്നത് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതെന്താണെന്നല്ലേ, ഇനി അവൻ കൊല്ലാൻ പോകുന്ന വാമ്പയർ. ആ വാമ്പയറിന്റെ പേര് ജാക്ക് ബാർട്ടി എന്നാണ്. ആ പേര് കേട്ടപാട് തന്നെ എബ്രഹാം ലിങ്കൺ അവന്റെ ഉള്ളിൽ ചോരവനെ തിളക്കുകയാണ് കേട്ടോ. പിന്നീട് അവൻ എവിടെയാണ് ആ ലൊക്കേഷൻ മനസ്സിലാക്കി എബ്രഹാം അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരുപാട് കുതിരകളെ വളർത്തുന്ന ഒരു ഹോഴ്സ് ഫാം ആയിരുന്നു. അവിടെ വെച്ച് എബ്രഹാം ഈ ഒരു ജാക്ക് ബാർട്ടിനെ കണ്ടുപിടിക്കാൻ കേട്ടോ. അവനെ കണ്ട പാടിനെ ജാക്ക് ഓടുന്നുണ്ട്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഭയങ്കരമായിട്ടുള്ള ഒച്ചയും ബഹളം എല്ലാം കേട്ട് ഒരുപാട് കുതിരകൾ അവിടെ ഉണ്ടായിരുന്നില്ലേ, ഇതെല്ലാം പേടിച്ച് വരണ്ട് ഓടുകയാണ്. ഇതിന്റെ ഇടയിലൂടെ എബ്രഹാം ലിങ്കണും അതുപോലെ തന്നെ ജാക്കും. ജാക്ക് എന്ന ഈ വാമ്പയറിന് ഭയങ്കര ശക്തിയാണ്. ഒരു കുതിരയുടെ കാല് പിടിച്ച് അതിനെ കൊണ്ട് കറക്കി എബ്രഹാം ലിങ്കന്റെ നേരെ ഒരു എറിയുന്നുണ്ട് കേട്ടോ. എബ്രഹാം ലിങ്കൺ അവിടെ വീണുപോയി. എന്നാൽ ഇതിനുശേഷം ജാക്ക് എന്ത് ചെയ്തു, ഓരോ കുതിരകൾ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇതിന്റെ മുകളിലൂടെ ചവിട്ടി ചവിട്ടി മുന്നോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എബ്രഹാം ലിങ്കൺ അതുപോലെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ധൈര്യമില്ലായിരുന്നു. പതിയെ ഒന്ന് ശ്രമിച്ചു നോക്കുന്നുണ്ട്. അവനും അതുപോലെ തന്നെ ജാക്കിന്റെ പിന്നാലെ പാഞ്ഞ് അവസാനം അവന്റെ അരികിലേക്ക് എത്തി. രണ്ടുപേരും ഒരു കുതിരപ്പുറത്ത് നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് രണ്ടുപേരും ഒരു കുഴിയിലേക്ക് വീഴാണ്. ജാക്കിന്റെ മുന്നിൽ എബ്രഹാം ലിങ്കൺ ഒന്നുമല്ല, അവൻ അത്ര ശക്തിയുള്ള ആളൊന്നും അല്ലല്ലോ. ഒരു ഘട്ടത്തിൽ അവന്റെ കോടാലി വെച്ച് തന്നെ എബ്രഹാമിനെ വെട്ടാൻ നോക്കുമ്പോൾ എബ്രഹാം എന്താക്കി അത് പിടിക്കുകയാണ്. ശരിക്കും ഇതൊരു കോടാലി മാത്രമല്ല, ഇതൊരു ഗണ്ണ് കൂടിയാണ്. ആ ഗണ്ണിന്റെ സ്വിച്ച് കട അമർത്തുമ്പോൾ അതിലെ ആ ഒരു സിൽവർ ബുള്ളറ്റ് പുറത്തേക്ക് വന്ന് ജാക്ക് ബാർട്ടിന്റെ തല തന്നെ പിളർന്നു പോവാണ്. അങ്ങനെ ചാകാൻ കിടക്കുന്ന നേരത്ത് ഈ ജാക്ക് ബാർട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഞങ്ങളെ പോലെ കുറച്ചു പേരെ കൊന്നതുകൊണ്ട് മാത്രം ഇവിടെ ഒന്നും നിൽക്കാൻ പോകുന്നില്ല, ഒന്നും തീരാൻ പോകുന്നില്ല. 10,000-കണക്കിന് വാമ്പേഴ്സിനെ ഞങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. വലിയൊരു യുദ്ധം തന്നെ ഞങ്ങൾ തുടങ്ങാൻ പോവാണ്. ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നീ നിന്റെ മാസ്റ്റർ ആയിട്ടുള്ള ഹെൻറിയോട് തന്നെ പോയി ചോദിക്കുന്നു പറയാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ഒരു തെരുവിൽ വെച്ച് ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളെ കാണിക്കുകയാണ്. പെട്ടെന്ന് അയാളുടെ പിന്നിൽ നിന്നും ഒരാൾ വന്ന് ഒരു പിടുത്തം പിടിച്ച് അയാളുടെ കഴുത്തിന് ഒരു ഒറ്റ കടി കൊടുക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യന്റെ കഴുത്തിൽ നിന്നും രക്തം ഊറ്റി കുടിക്കുകയാണ്. ആ ആളും ആരുമല്ല, നമ്മുടെ ഹെൻറി ആയിരുന്നു. ഹെൻറി ഒരു സാധാരണ മനുഷ്യനല്ല, അവനും ഒരു വാമ്പയറാണ്. എന്നാൽ ഈ ഒരു കാര്യം കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് എബ്രഹാം ലിങ്കൺ വരുന്നത്. എബ്രഹാം ലിങ്കൺ പറയാണ്, അപ്പൊ നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ, നിന്നെയും ഞാൻ വെറുതെ വിടില്ലടാ, നീ ഒരു വാമ്പയർ ആണെങ്കിൽ നിന്നെയും ഞാൻ കൊല്ലുന്നു പറഞ്ഞിട്ട് ആ കോടാലി വെച്ച് ഹെൻറിക്ക് നേരെ വരികയാണ്. എന്നാൽ ഹെൻറി ആ ഒരു കോടാലി പിടിച്ചിട്ട് ഞാൻ പറയുന്നത് നീ ആദ്യം ഒന്ന് കേൾക്കുന്നു പറയാണ്. പിന്നീട് എങ്ങനെ ഹെൻറി ഒരു വാമ്പയറായി മാറി എന്നുള്ള കഥ എബ്രഹാം ലിങ്കണോട് പറഞ്ഞു കൊടുക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ ഹെൻറി സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരുപാടധികം അവളെ സ്നേഹിക്കുന്നുണ്ട്. അവളുടെ കൂടെ വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ടാണ് ഹെൻറി ജീവിച്ചത്. അങ്ങനെ ഒരു ദിവസം ഹെൻറിയും അവന്റെ ഭാര്യയും കൂടെ ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് അവരെ ചുറ്റും വാമ്പേഴ്സ് വളയാണ്. ആ കൂട്ടത്തിൽ അവരുടെ ലീഡറായിട്ടുള്ള ആദം ഉണ്ടായിരുന്നു. തന്റെ ഭാര്യ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനായിട്ട് പരമാവധി നമ്മുടെ ഹെൻറി ശ്രമിച്ചെങ്കിലും നന്നായിട്ട് ഫൈറ്റ് ചെയ്തെങ്കിലും ആദത്തിനെ പോലെയുള്ള ഒരു വാമ്പയറിന്റെ മുന്നിൽ അവന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവന്റെ കഴുത്ത് നോക്കി ആദം കടിക്കുകയാണ്. എന്നാൽ സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാനായിട്ട് അവന്റെ പെണ്ണും ചാടി വീണ് ആദത്തിന്റെ പുറകിൽ ഒരു കുത്തു കൊടുക്കുകയാണ്. ആ ദേഷ്യത്തിൽ ആദം ഇപ്പൊ നമ്മുടെ ഹെൻറിയുടെ ഭാര്യയെ തൂക്കിയെടുത്ത് അവളുടെ കഴുത്ത് കടിച്ച് പറിച്ചിടുകയാണ്. ബോധം പോവാൻ നേരത്ത് ഹെൻറി അവസാനമായിട്ട് കണ്ടത് അവന്റെ ഭാര്യ മരിക്കുന്ന കാര്യമായിരുന്നു. എന്നാൽ അല്പനേരം കൊണ്ട് തന്നെ പോയ ബോധം അവന് തിരിച്ചു കിട്ടുകയാണ്. കയ്യിലൊരു കത്തി എടുത്തുകൊണ്ട് ഈ ആദത്തിന് നേരെ പാഞ്ഞു വന്ന് അവന്റെ നെഞ്ചിലേക്ക് കുത്താൻ നോക്കുമ്പോൾ എത്ര ശ്രമിച്ചിട്ടും ആ കത്തി അവന്റെ നെഞ്ചിലേക്ക് കയറുന്നില്ല. ഇപ്പൊ ആദം അവനെ നോക്കി ചിരിച്ചിട്ട് പറയണ, എടാ നീയും ഞാനൊക്കെ മരിച്ച ആൾക്കാരാണ്. ഒരു വാമ്പയറിന് ഒരിക്കലും മറ്റൊരു വാമ്പയറിനെ കൊല്ലാൻ കഴിയില്ല. ഇനി എത്ര തവണ ഒരു വാളെടുത്ത് നമ്മുടെ ഈ ഒരു ഹെൻറി ആദത്തിനെ വെട്ടാൻ നോക്കിയാലും അവനെ കൊണ്ട് അതിന് കഴിയില്ല. അങ്ങനെ ആ നടന്ന കാര്യം
കാര്യങ്ങളൊക്കെ ഇപ്പൊ എബ്രഹാം ലിങ്കനോട് ഹെൻറി പറയാണ്. അതോടുകൂടിയിട്ട് എബ്രഹാം ലിങ്കന് മനസ്സിലായി യാദൃശ്ചികമായിട്ട് എബ്രഹാം ലിങ്കൺ ഈ ഹെൻറിയുടെ അടുത്തേക്ക് എത്തിയതല്ല, ഹെൻറി ആയിട്ട് എബ്രഹാമിനെ തെരഞ്ഞെടുത്തതാണ്, അവന് വേണ്ടി പരിശീലനം കൊടുത്തതാണ്. എന്തിനു വേണ്ടി? ഹെൻറിയുടെ പക വീട്ടാനായിട്ട്. അവനെ കൊണ്ട് എന്തായാലും ഒരു വാമ്പയറിനെയും കൊല്ലാൻ കഴിയില്ല, ഒരു മനുഷ്യനെ കൊണ്ട് മാത്രമേ ഒരു വാമ്പയറിനെ കൊല്ലാൻ കഴിയുള്ളൂ. എബ്രഹാം ലിങ്കൺ ഉപയോഗിച്ചുകൊണ്ട് ഹെൻറി അവന്റെ പക വീട്ടുമായിരുന്നു ഇത്രയും നാളും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ എബ്രഹാം ലിങ്കൺ പറയാണ്, എന്തായാലും ഇനി എന്നെ അന്വേഷിച്ച് നീ വരരുത്, ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ എബ്രഹാം ലിങ്കൺ ഇപ്പോൾ എല്ലാം വിട്ട് മേരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്, അവളോട് ഇഷ്ടം പറയാണ്. അങ്ങനെ അവസാനം എബ്രഹാമിന്റെയും മേരിയുടെയും കല്യാണം നടക്കുകയാണ്. ആ കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ട് ഹെൻറിയും വരുന്നുണ്ട്. പക്ഷേ ഹെൻറിയോട് എബ്രഹാം ലിങ്കൺ ഒരു കാര്യം പറയുന്നുണ്ട്, ഇനി വാമ്പേഴ്സിനെ ഹണ്ട് ചെയ്യാനായിട്ട് ഞാനില്ല, ഞാനൊരു പുതിയ ജീവിതവുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പോവാണ്. വലിയ പിണക്കൊന്നും കാണിക്കാതെ പിന്നീട് ഹെൻറി അവിടുന്ന് തിരിച്ചു പോകണം കേട്ടോ. എന്നാൽ ഓരോ വാമ്പേഴ്സിനെയും രാത്രി വന്ന് കൊന്നു പോകുന്നത് ആരാണ് എന്നുള്ള കാര്യം ഈ ആദം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് എബ്രഹാം ലിങ്കൺ ആണ്. എങ്ങനെയെങ്കിലും അവന് നമ്മുടെ താവളത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇപ്പൊ ആദം സഹോദരിയായിട്ടുള്ള വെഡോമയോട് പറയാം. എന്നാൽ അവനെ എങ്ങനെ എത്തിക്കുമെന്ന് വെഡോമ ചോദിച്ചപ്പോൾ ആദം പറയാണ്, അവന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നമ്മുടെ സ്ഥലത്തിലേക്ക് തട്ടിക്കൊണ്ടുപോകാന്ന് പറയാണ്. അങ്ങനെ ചില വാമ്പേഴ്സ് വന്നിട്ട് രാത്രിയിൽ ആരും അറിയാതെ എബ്രഹാം ലിങ്കന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള വില്ലിൻ തട്ടിക്കൊണ്ടുപോകാൻ. ഈ കാര്യം എബ്രഹാം ലിങ്കൺ അറിഞ്ഞു. എന്തായാലും അവനെ രക്ഷിക്കാനായിട്ട് അവനെ തേടി പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ യാത്രയിൽ എബ്രഹാം ലിങ്കൺ കൂടെ ഇപ്പോൾ അവന്റെ സുഹൃത്തായിട്ടുള്ള ജോഷുവ സ്പീഡിനെ കൂടെ കൂട്ടുന്നുണ്ട്. ജോഷു ഒരു നല്ല സുഹൃത്താണ് കേട്ടോ. ഏതൊരു ആപത്ത് ഘട്ടത്തിലും എബ്രഹാമിന്റെ കൂടെ തന്നെയുള്ള ഒരു നല്ല സുഹൃത്ത്. എന്തായാലും ഈ വാമ്പേഴ്സ് കൂടുതലായിട്ട് താമസിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് ഇവർ പോകുന്ന സമയത്ത് അവിടെയുള്ള മനുഷ്യരൊക്കെ ഭയങ്കരം. രാത്രിയാകുമ്പോൾ വീടുകളുടെ ഉള്ളിൽ കയറിയിട്ട് കഥ കളച്ച് ഒരുമാതിരി ഒരു എന്താ പറയാ, ഇപ്പൊ നോക്കിയാലും ആ ഒരു ഭയത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെ അധികം വൈകാതെ ഈ ആദംസ് അടക്കമുള്ള വാമ്പേഴ്സ് താമസിക്കുന്ന ഒരു കൊട്ടാരത്തിലേക്ക് എബ്രഹാം ലിങ്കൺ എത്തുക. അവിടെ മറിഞ്ഞിരുന്നുകൊണ്ട് കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് എബ്രഹാം ലിങ്കൺ കാണുന്നത് വാമ്പേഴ്സ് ആയിട്ടുള്ള ഓരോ സ്ത്രീകൾ. ആ സ്ത്രീകൾക്കെല്ലാം പേരായിട്ട് അടിമകളായിട്ടുള്ള ഓരോ പുരുഷന്മാർ. എന്നാൽ അവരെല്ലാം മനുഷ്യരാണ്. പിന്നീട് ആ ഒരു പാർട്ടി ആരംഭിക്കുകയാണ്. അതിന്റെ ഒരു ഘട്ടത്തിൽ ആദം പറയാണ്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡിന്നർ തയ്യാറാണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ലേഡീസ് ആയിട്ടുള്ള ഈ വാമ്പേഴ്സ് അവരുടെ പേഴ്സിനെ കഴുത്തിൽ കടിച്ച് രക്തം കുടിക്കാൻ തുടങ്ങുകയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ വില്ലു ഉണ്ടായിരുന്നു കേട്ടോ. വില്ലിന്റെ കഴുത്തിൽ ഇപ്പൊ ഒരു വാമ്പയർ കടിക്കുന്നതിന് മുന്നേ തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ എബ്രഹാം ലിങ്കൺ വരികയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് ഒരു കിടിലം ഫൈറ്റ് തന്നെയാണ് കേട്ടോ. ആ ഫൈറ്റ് ഞാൻ പറയുന്നില്ല, അതിന്റെ കുറച്ച് വിഷ്വൽ വെക്കുന്നുണ്ട്. കിടിലം എന്ന് പറഞ്ഞാൽ കാണുന്ന സമയത്തെല്ലാം ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു ഫൈറ്റ് എല്ലാം. ഈ ഫൈറ്റിനിടയിൽ എബ്രഹാം ലിങ്കൺ ഒരുപാട് വാമ്പേഴ്സിനെ കൊന്നു. എന്തായാലും ഇത് കണ്ടപ്പോൾ ധൈര്യമായ വില്ലും ചില വാമ്പേഴ്സിനെ കൊല്ലാൻ നിൽക്കുകയാണ്. പക്ഷേ വാമ്പേഴ്സിന്റെ എണ്ണം കുറച്ച് അധികമായതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ എബ്രഹാം ലിങ്കൺ തോറ്റുപോവാണ്. ഒരു കസാര എടുത്ത് അവന്റെ മുകളിൽ വെച്ച് അവനെ ലോക്ക് ചെയ്യാണ്. ആദത്തിന്റെ സഹോദരിയായിട്ടുള്ള വെഡോമ. അവനിപ്പോ ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ അവന്റെ കൈയും കാലും എല്ലാം ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. ഈ നേരത്ത് അവന്റെ അരികിലേക്ക് വന്ന ആദം പറയാണ്, നീ ഈ അടിമകളെയൊക്കെ ഇല്ലാതാക്കാൻ നോക്കുകയാണല്ലേ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇവന്മാരൊക്കെ അടിമകളായിട്ട് ജനിച്ച് അടിമകളായിട്ട് മരിക്കേണ്ടവരാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് പല സാമ്രാജ്യങ്ങളും ഇവനെ പോലെയുള്ള അടിമകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളായിട്ട് എന്തിനാ അതിനെ തടുക്കാൻ നോക്കുന്നത്? എന്റെ കൂട്ടത്തിലെ പല ആൾക്കാരെയും നീ കൊന്നു കളഞ്ഞിട്ടുണ്ട്. എന്നാൽ എനിക്ക് നിന്നോട് വിരോധമൊന്നുമില്ല കേട്ടോ. ഹെൻറി പറഞ്ഞിട്ടാണ് നീ അത് ചെയ്തത്. അവന്റെ വെറും ഒരു കളിപ്പാവിയായിരുന്നു. ഇനി ഞാൻ നിനക്കൊരു അവസരം തരാൻ വേണ്ടി പോവാണ്. നിനക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് നടക്കാം. നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ പറയുന്ന ആൾക്കാരെ നീ പോയി കൊല്ലണം. ഈ ഹെൻറിയെ പോലെ തന്നെ വേമ്പയർ ആയിട്ട് ഞങ്ങളുടെ കൂടെ കൂടാതെ നിൽക്കുന്ന കുറച്ചധികം പേരുണ്ട്. അവരെ പോയിട്ട് കൊല്ലണം എന്ന് പറയണം. എന്നാൽ ഒരു കാരണവശാലും ഞാൻ അത് ചെയ്യില്ല എന്ന് തന്നെ എബ്രഹാം ലിങ്കൺ പറയാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ സുഹൃത്തിന്റെ കഴുത്ത് ഇവിടെ വെച്ച് ഞങ്ങൾ അറുക്കും. ആ രക്തം ഞങ്ങൾ കുടിക്കും. അതിന്റെ ബാക്കി നിന്നെ കൊണ്ടും കുടിപ്പിക്കുന്നു പറയാണ്. മര്യാദക്ക് സമ്മതിച്ചോ എന്ന് പറയാണ്. എന്നാൽ എബ്രഹാം ലിങ്കൺ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. കാരണം വില്ലിന്റെ കഴുത്തിൽ കത്തി വെച്ചാണ് അവർ നിൽക്കുന്നത്. ഇതേ നേരത്താണ് നമ്മുടെ ജോഷുവ സ്പീഡ് ഭയങ്കര സ്പീഡിൽ ഒരു കുതിരവണ്ടിയുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. വെഡോമയെ താട്ടി തെറിപ്പിച്ച് കളയാണ്. എന്നിട്ട് അവിടെ നിന്നും ആ ഒരു കുതിരവണ്ടിയിലേക്ക് എബ്രഹാം ലിങ്കണെയും അതുപോലെ തന്നെ നമ്മുടെ വില്ലിനെയും കെട്ടി അവരവിടുന്ന് രക്ഷപ്പെട്ട് പാഞ്ഞോടുകയാണ്. അവരുടെ പിന്നാലെ തന്നെ വാമ്പേഴ്സ് ഉണ്ട് കേട്ടോ. എന്നാൽ എങ്ങനെയൊക്കെയോ ഇവര് രക്ഷപ്പെട്ട് ഒരു ചർച്ചിന്റെ ഉള്ളിൽ കയറുന്നുണ്ട്. അവിടെ ഇതുപോലെ തന്നെ ഒരുപാട് പേര് ഈ വാമ്പേഴ്സിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട് കേട്ടോ. തൽക്കാലം ഇവർ 3 പേരും അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ആ കൂട്ടത്തിലെ ഒരു സ്ത്രീ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ വാമ്പേഴ്സ് ചില്ലറക്കാരല്ല, ഒരുപാട് അടിമകളെ കൊണ്ടുപോയിട്ട് അവരെല്ലാം കടിച്ച് അവരെയും ഇവര് വാമ്പേഴ്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവന്മാർക്ക് ഒരു ദയയില്ല എന്ന് പറയാണ്. അധികം വൈകാതെ നമ്മുടെ രാജ്യം മുഴുവനായിട്ടും ഈ വാമ്പേഴ്സിനെ കൊണ്ട് നിറയും. ഇത് കേട്ട സമയത്ത് എബ്രഹാം ലിങ്കണ് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. അവൻ പറയാണ്, ഇതെല്ലാം ഈ വാമ്പേഴ്സ് ഇതെല്ലാം ചെയ്യാൻ കാരണം അടിമ വ്യവസ്ഥിതി അതിവിടെ ഉള്ളതുകൊണ്ടല്ലേ. അടിമകളെ ഈ നാട്ടിൽ നിന്നും ഒരുപാട് അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവര് വാമ്പയർ ആക്കി മാറ്റുകയല്ലേ. ഇതിനെ ഇവിടെ നിർത്തിക്കണം. ഇനി ഒരിക്കലും ഈ നാട്ടിൽ അടിമകൾ ഉണ്ടാകാൻ പാടില്ല. നിയമപരമായിട്ടും അതുപോലെ തന്നെ ആൾക്കാരെ കൂട്ടിയും ഇതിനെതിരെ ഭയങ്കരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇപ്പൊ എബ്രഹാം ലിങ്കൺ ഉണ്ടാക്കുകയാണ്. പിന്നീട് ഇപ്പൊ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പാർട്ടിയോട് തന്നെ എതിരെ നിന്ന് സംസാരിക്കുകയാണ് എബ്രഹാം ലിങ്കൺ. ഇപ്പൊ ആ ഒരു റൂളിംഗ് പാർട്ടി എല്ലാം പറയുന്നത് അടിമ വ്യവസ്ഥിതി അതിനെ ഇല്ലാതാക്കാനൊന്നും പറ്റില്ല. അവരില്ലാതെ ഇവിടുത്തെ ജോലിയും കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ടേക്ക് പോകും? എന്നാൽ ഇതിനെതിരെ ശക്തമായിട്ട് തന്നെ എബ്രഹാം ലിങ്കൺ സംസാരിക്കുന്നുണ്ട്. അടിമകള് അവര് മനുഷ്യരാണ്. എന്നെയും നിന്നെയും പോലെയുള്ള മനുഷ്യർ ഈ ലോകത്ത് ഒരടിമയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ മനുഷ്യരും അടിമകളെ പോലെയാണ്. അതായത് ചെറുപ്പത്തിൽ എബ്രഹാം ലിങ്കന്റെ അമ്മ പറഞ്ഞ അതേ കാര്യം തന്നെ ഈ സഭയിൽ വെച്ച് എബ്രഹാം ലിങ്കൺ പറയണം. ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് ആ സഭയിൽ വെച്ച് എബ്രഹാം ലിങ്കന് കിട്ടുകയാണ്. ഭയങ്കരമായിട്ടുള്ള കയ്യടി. എന്തായാലും ഇതിനെ എതിർത്തുകൊണ്ട് നിൽക്കാനൊന്നും റൂളിംഗ് പാർട്ടിക്ക് പറ്റില്ല. ഇതേ സമയത്തിന് എബ്രഹാമിനെ കാണാനായിട്ട് ഹെൻറി വന്നിട്ടുണ്ട്. നീ എന്തൊക്കെയാ ഇവിടെ ചെയ്തു
കൂട്ടുന്നത്. അടിമ സമ്പ്രദായം അത് നീ ഇല്ലാതാക്കാൻ പോവുകയാണ്. ഇതേ നേരം തന്നെ എബ്രഹാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അടിമകൾ ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ അവരെ കൊണ്ടുപോയിട്ട് ഇതുപോലെ വാമ്പൈസ് ഉണ്ടാകുന്നത്. ചോര കൊതിയന്മാരായിട്ടുള്ള ചോര കുടിയന്മാരായിട്ടുള്ള രക്തദാഹികളായിട്ടുള്ള ഇവന്മാര് ഇനി അങ്ങനെ ഉണ്ടായിക്കൂടാ. ഇവന്മാരുടെ വളർച്ച തടുക്കണമെങ്കിൽ അടിമ സമ്പ്രദായത്തെ നമ്മൾ ഇല്ലാതാക്കണം. അതുപോലെ തന്നെ ഈ വാമ്പേഴ്സിനെ ഇല്ലാതാക്കാനായിട്ട് എബ്രഹാം ലിങ്കൺ കയ്യിലെടുത്ത ആ ഒരു കോടാലി അത് അവൻ എടുത്തു വെക്കുകയാണ്. കാരണം ഇതിനേക്കാൾ മൂർച്ചയുള്ള മറ്റൊരു ആയുധമുണ്ട്, പൊളിറ്റിക്സ്, രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിലേക്ക് 100% ആയിട്ട് എബ്രഹാം ലിങ്കൺ ഇറങ്ങുകയാണ്. അധികം വൈകാതെ ചില വർഷങ്ങൾക്കുള്ളിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് എബ്രഹാം ലിങ്കൺ മാറുകയാണ്. പിന്നീട് ഈ അടിമ വ്യവസ്ഥയെ ഇല്ലാതാക്കാനായിട്ട് ശക്തമായ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ തന്നെ പല ഭാഗത്തും ഈ അടിമ സമ്പ്രദായത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കെതിരെ യുദ്ധം ചെയ്യാണ്. അതായത് അമേരിക്കയിൽ ഒരു സിവിൽ വാർ തന്നെ തുടങ്ങുകയാണ്. ആ രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ യുദ്ധം നടക്കുകയാണ്. അടിമ വ്യവസ്ഥിതി വേണമെന്ന് പറയുന്നവരും വേണ്ട എന്ന് പറയുന്നവരും തമ്മിൽ ഘോരമായ യുദ്ധം. ആ യുദ്ധത്തിലെല്ലാം ഒരുപാട് പേര് മരിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഓരോ ഘട്ടത്തിലും പട്ടാളക്കാരെ അയക്കുന്നു പറഞ്ഞിട്ട് യുദ്ധം ശക്തമായിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ എബ്രഹാം ലിങ്കൺ പറയാണ്. കാരണം പുതിയൊരു ദിവസം, പുതിയൊരു നാളെ ഈ നാട്ടിൽ ഉണ്ടാവണമെങ്കിൽ അടിമ സമ്പ്രദായം ഇല്ലാതാവണം. എന്നാൽ ഒരു ഘട്ടത്തിൽ ഇതുപോലെ ഒരുപാട് പേര്, ഒരുപാട് പട്ടാളക്കാരിങ്ങനെ മരിച്ചു വീഴുന്നത് കണ്ടപ്പോൾ വില്ല് തന്നെ എബ്രഹാം ലിങ്കനോട് ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് ഈ ഒരു യുദ്ധം മതിയാക്കിക്കൂടെ? എത്ര പേരെ മരിച്ചു വീഴുന്നത്? എന്നാൽ എബ്രഹാം ലിങ്കൺ സമ്മതിക്കുന്നില്ല കേട്ടോ. ഒരു മനുഷ്യനെയും ഇനി ആരും അടിമകളാക്കി വെക്കണ്ട എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലാണ് എബ്രഹാം. അങ്ങനെ ഒരു ദിവസം ആദത്തിന്റെ അനിയത്തിയായിട്ടുള്ള വെഡോമയുണ്ടല്ലോ, ഒരു സെർവന്റിന്റെ വേഷത്തിൽ എബ്രഹാം ലിങ്കന്റെ മകന്റെ അരികിലേക്ക് വരികയാണ്. അവന് ഭക്ഷണം കൊടുത്തുകൊണ്ട് അവന്റെ കയ്യിൽ പതി എന്തോ ഒന്ന് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആരും അറിയാതെ അവൾ അവിടുന്ന് പോകുന്നുണ്ട്. പിറ്റേ ദിവസം സ്വന്തം മകന്റെ ആ ഒരു അവസ്ഥ കണ്ട് എബ്രഹാം ലിങ്കൺ ആകെ ഞെട്ടിപ്പോവാണ്. കാരണം ഇതേ അവസ്ഥയിലൂടെയാണ് ചെറുപ്പത്തിൽ അവന്റെ അമ്മയും കടന്നുപോയത്. എന്താണോ അവന്റെ അമ്മയ്ക്ക് ചെറുപ്പത്തിൽ സംഭവിച്ചത് അത് തന്നെ എബ്രഹാം ലിങ്കന്റെ കുഞ്ഞിന് സംഭവിക്കാൻ. ആ കുഞ്ഞ് മരിച്ചു പോവാൻ. സ്വന്തം കുഞ്ഞ് മരിച്ചു പോയാൽ ആരാ തകർന്നു പോകാത്തത്? എബ്രഹാം ലിങ്കൺ ആകെ വിഷമിച്ച് തകർന്ന് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ആ സമയത്തെല്ലാം സുഹൃത്തുക്കളായിട്ടുള്ള വില്ലും ജോഷുവ സ്പീഡും വന്നിട്ട് പറയുന്നുണ്ട്, വേണ്ട നമുക്കിത് നിർത്താം, വാമ്പേഴ്സ് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോട്ടെ എന്ന് പറയാം. എന്നാൽ ഇവിടെ വെച്ച് നല്ലൊരു തീരുമാനം എടുക്കാൻ പോലും എബ്രഹാം ലിങ്കണ് കഴിയുന്നില്ല. അതുപോലെ എബ്രഹാം ലിങ്കൺ എഴുതി വെച്ച അവന്റെ ഡയറികൾ അത് വായിച്ചതോട് കൂടിയിട്ട് അവന്റെ ഭാര്യയായിട്ടുള്ള മേരിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇത്രയും നാൾ അവൾ കൂടെ കിടന്നുറങ്ങിയത് ഒരു വാമ്പയർ 100 കൂടെയാണ്. സ്വന്തം ഭർത്താവ് ഒരു വാമ്പയർ വേട്ടക്കാരനാണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ കുഞ്ഞു മരിക്കാൻ കാരണക്കാരൻ നിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട്, വഴക്കുണ്ടാക്കുകയാണ്. എബ്രഹാം ലിങ്കന്റെ മകൻ മരിച്ച കാര്യം അറിഞ്ഞു പിന്നീട് അങ്ങോട്ടേക്ക് ഹെൻറി വരികയാണ്. ഹെൻറി ഒരു കാര്യം പറയുന്നുണ്ട്, ഞാനൊന്ന് കടിച്ചു കഴിഞ്ഞാൽ അവനൊരു വാമ്പയർ ആയിട്ട് ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ എബ്രഹാം ലിങ്കൺ അതിന് സമ്മതിക്കുന്നില്ല. എന്നാൽ മേരി പറയാണ്, എന്തെങ്കിലും ചെയ്ത് എന്റെ മകനെ തിരിച്ചു കൊണ്ടുവന്ന്. എന്നാൽ എബ്രഹാം ലിങ്കൺ അതിനൊരിക്കലും സമ്മതിക്കുന്നില്ല. എന്തിനാണ് വെറുതെ? നമ്മുടെ കുഞ്ഞു പോയാൽ പോയ പോലെ ഇരിക്കുകയുള്ളൂ, അവൻ തിരിച്ചൊരു പിശാചായിട്ട് വരണം, അത് വേണ്ടാന്ന് പറയാണ്. അതുപോലെ തന്നെ യുദ്ധത്തിൽ എബ്രഹാം ലിങ്കന്റെ പടയാളികൾ പട്ടാളക്കാർ ഭയങ്കരമായിട്ട് തോറ്റുകൊണ്ടിരിക്കുകയാണ്. കാരണം അടിമ സമ്പ്രദായം വേണമെന്ന് പറയുന്ന അമേരിക്കയുടെ ചില ഭാഗങ്ങളിലെ അധികാരികളുണ്ടല്ലോ, ഇവർ ഈ ഒരു ആദവുമായിട്ട് ഒരു ടൈപ്പിലെത്തി. എന്നിട്ട് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ആ യുദ്ധത്തിലേക്ക് വാമ്പേഴ്സിനെയും ഇവർ ഇറക്കി വിടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ എബ്രഹാം ലിങ്കന്റെ പോരാളികൾക്ക് അവരോട് മുട്ടി നിൽക്കാൻ കഴിയുന്നില്ല. ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും പെട്ടെന്നൊരു വാമ്പയറിനെ കൊല്ലാൻ കഴിയുന്നില്ല. കാരണം അവരുടെ അമിതമായ വേഗം, ശക്തി. ദിവസം കൂടുന്തോറും എബ്രഹാം ലിങ്കന്റെ പട്ടാളക്കാർ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വൈറ്റ് ഹൗസ് എത്രയും പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ശത്രുക്കൾ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എബ്രഹാം ലിങ്കൺ മേരി ഇവിടുന്ന് മാറ്റാൻ നോക്കുമ്പോൾ മേരി പറയാണ്, എനിക്കൊന്നും അറിയണ്ട, ഞാൻ ഇവിടുന്ന് പോവില്ല, എന്റെ മകനെ കൊന്നവരെ നിങ്ങൾ തോൽപ്പിക്കണം. എന്നാൽ എബ്രഹാം ലിങ്കണ് യാതൊരു കോൺഫിഡൻസും ഇല്ലായിരുന്നു. ഞാൻ എങ്ങനെ തോൽപ്പിക്കും? ഇതും പറഞ്ഞ കയ്യിലുണ്ടായിരുന്ന ഫോർക്ക് താഴേക്ക് ഇടാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ തലയിൽ എന്തോ ഒരു ഐഡിയ വരികയാണ്. പിന്നീട് ആ ഒരു ഫോർക്ക് എടുത്തുകൊണ്ട് നേരെ വില്ലിന്റെയും ജോഷുവ സ്പീഡിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, ഈ യുദ്ധത്തിൽ നമുക്ക് ജയിക്കണമെങ്കിൽ ഇത് വേണം. അത് കണ്ടപ്പോൾ അവർ ചോദിച്ചു, എന്ത് ഫോർക്കോ? ഫോർക്കല്ല, സിൽവർ. എത്രത്തോളം സിൽവർ കിട്ടുമോ അത്രയും സംഘടിപ്പിക്കാൻ പറയാം. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ വീടുകളിലും കയറി ഇറങ്ങി എല്ലാ വീട്ടിൽ നിന്നും സിൽവർ കളക്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. കാരണം ആ സിൽവർ ഉപയോഗിച്ചുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കാനായിട്ട്, ആ സിൽവർ ബുള്ളറ്റുകൾ അല്ലെങ്കിൽ സിൽവർ കൊണ്ട് ഉണ്ടാക്കിയ ആയുധം കൊണ്ട് മാത്രമേ വാമ്പേഴ്സിനെ കൊല്ലാൻ പറ്റുള്ളൂ. എന്നാൽ രഹസ്യമായിട്ട് എബ്രഹാം ലിങ്കൺ നടത്തിയ ഈ ഒരു ഓപ്പറേഷൻ അത് ആദം അറിയാണ്. കാരണം എബ്രഹാം ലിങ്കന്റെ കൂട്ടത്തിൽ ഒരു ചതിയൻ ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, എബ്രഹാം ലിങ്കന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ജോഷുവ സ്പീഡ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അവനൊരു ചതിയനായി മാറിയിരിക്കുകയാണ്. സ്വന്തം സുഹൃത്തിനെയും പാവപ്പെട്ട ഒരുപാട് മനുഷ്യരെയും അവൻ ഒറ്റുകൊടുക്കുകയാണ്. ഇതിനുശേഷം എബ്രഹാം ലിങ്കനെ കാണിക്കുകയാണ്, കളത്തിലേക്ക് ഇറങ്ങാൻ നേരമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു പഴയ കോടാലി എടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് കറക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അത് താഴെ വീണു പോവാണ്. പ്രായമായില്ലേ, ഒരുപാട് നാളായി ഇതെടുത്തിട്ട്. പഴയതുപോലെ ഇത് വെച്ചങ്ങോട്ട് വെട്ടാൻ പറ്റുന്നില്ല. എന്തായാലും ഇതിനുശേഷം എബ്രഹാം ലിങ്കണും വില്ലും അതുപോലെ തന്നെ ജോഷുവ സ്പീഡും കൂടെ ഒരു പദ്ധതി ഉണ്ടാക്കുകയാണ്. അതായത് യുദ്ധം നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ട്രെയിൻ വഴി ഇവർ കളക്ട് ചെയ്ത എല്ലാ സിൽവറും എത്തിക്കണം. എന്നിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് എന്തുണ്ടാക്കണം? ആയുധങ്ങൾ ഉണ്ടാക്കണം. ആ ഒരു പദ്ധതിയുമായിട്ട് ഇവർ മുന്നോട്ടേക്ക് പോവാണ്. എന്നാൽ ജോഷുവ സ്പീഡിലൂടെ ഈ രഹസ്യ വിവരം ആദം അറിയാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് ഈ വെപ്പൺസുമായിട്ട്, അതായത് സിൽവറുമായിട്ട് ഒരിക്കലും ആ ഒരു ട്രെയിൻ എത്താൻ പാടില്ല. അതിനു മുന്നേ എല്ലാ വാമ്പേഴ്സിനെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ ട്രെയിനിനെ തകർക്കണം. ഇതിനുശേഷം എബ്രഹാം ലിങ്കൺ സിൽവർ കൊണ്ടുപോകുന്ന ആ ഒരു ട്രെയിന് കാണിക്കുകയാണ്. അപ്പൊ എബ്രഹാം ലിങ്കന്റെ അടുത്തേക്ക് വന്നിട്ട് ഹെൻറി ഒരു കാര്യം പറയുന്നുണ്ട്, നിന്റെ സുഹൃത്തായിട്ടുള്ള ജോഷുവ സ്പീഡ് നിന്നെ ചതിച്ചിരിക്കുകയാണ്. ഈ ട്രെയിൻ ആക്രമിക്കാനായിട്ട് അധികം വൈകാതെ ഒരുപാട് വാമ്പേഴ്സ്
വാമ്പേഴ്സ് വരാൻ വേണ്ടി പോവാണ്, വേണമെങ്കിൽ നീ ഇപ്പൊ രക്ഷപ്പെട്ടു പോയിക്കോ, അല്ലെങ്കിൽ നിന്റെ ജീവൻ അത് ആപത്താണെന്ന് പറയണം. എന്നാ എബ്രഹാം ലിങ്കൺ പറയാണ്, ഞാൻ ഈ ചെയ്യുന്ന ദൗത്യം അത് പൂർത്തിയാക്കാതെ ഒരടി പോലും പിന്നിലേക്ക് വെക്കില്ല എന്നാ. എന്തായാലും അധികം വൈകാതെ മലമുകളിൽ നിന്നും അവിടെ ഉണ്ടായിരുന്ന മരത്തിൽ നിന്നെല്ലാം ഈ ഒരു ട്രെയിനിലേക്ക് ഒരുപാടധികം വാമ്പേഴ്സ് ചാടി വീഴാണ്. നമ്മുടെ എബ്രഹാം ലിങ്കൺ അതുപോലെ തന്നെ വില്ല് അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കട്ടക്ക് നിന്ന് അവരോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എബ്രഹാം ലിങ്കൺ കുറച്ചു നേരം ആ ഒരു കോടാലി ഉപയോഗിച്ചപ്പോൾ തന്നെ പഴയ ആ ഒരു വൈബ് കിട്ടി കേട്ടോ. ഓരോന്നിനെയും വെട്ടി നുറുക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും എബ്രഹാം ലിങ്കണ് ഈ ആദത്തിനോട് പോരാടാൻ പറ്റുന്നില്ല. എന്തോ ഭയങ്കര പവർഫുൾ ആണ്. അവന്റെ കോടാലി വെച്ച് എത്ര വെട്ട് കിട്ടിയാലും ഈ ആദം എന്തോ ചാവാത്തതുപോലെ. എന്തായാലും രണ്ടുപേരും നല്ല കിടിലം ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ ആദത്തിന്റെ സഹോദരിയായിട്ടുള്ള വെഡാമ്മ ഇവരുടെ പദ്ധതി അനുസരിച്ച് ഒരു കാര്യം ചെയ്യാം. ഈ ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, ഒരു ഘട്ടത്തിൽ വലിയൊരു പാലത്തിന്റെ മുകളിലൂടെ ഈ ട്രെയിന് പോകണം. ആ പാലത്തിന് വെഡോമ തീ വെക്കുകയാണ്. അതായത് ഈ പാലം താണ്ടി ഇനി ട്രെയിന് പോകാൻ കഴിയില്ല. ഇതേ നേരം തന്നെ എബ്രഹാം ലിങ്കണും ആദവും തമ്മിൽ ഭയങ്കര ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനിയും ഇവനെ വെച്ചുകൊണ്ടതിന്റെ കാര്യമില്ല, ഇവനെയും ഒരു വാമ്പയറാക്കി മാറ്റാം എന്ന് കരുതിയിട്ട് എബ്രഹാമിന്റെ കഴുത്തിന് ആദം കടിക്കാൻ വന്നു. അവിടെ തന്നെ നമ്മുടെ ഹെൻറി കൈവച്ച് കൊടുക്കുകയാണ്. അതുകൊണ്ട് എബ്രഹാമിന് കടിയേറ്റില്ല. പിന്നീടുള്ള ഫൈറ്റ് ഹെൻറിയും അതുപോലെ തന്നെ ആദവും നേരിട്ടായിരുന്നു. അവർക്ക് പരസ്പരം കൊല്ലാൻ കഴിയില്ല, എന്നാൽ പരസ്പരം ഫൈറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ കിടിലം ഫൈറ്റ് ട്രെയിനിന്റെ ഉള്ളിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഹെൻറിയുടെ തല പിടിച്ച് ആദം അവിടെ ഉണ്ടായിരുന്ന പെട്ടികളുണ്ടല്ലോ, ആ പെട്ടിയിലിട്ട് ഇടിക്കുന്ന സമയത്ത് ഹെൻറി ചുമ്മാ കിടന്ന് ചിരിക്കുകയാണ് കേട്ടോ. ഇമാതിരി ഇടി കിട്ടുമ്പോഴും ചുമ്മാ കിടന്ന് ചിരിക്കുക. എന്നാൽ എന്തിനാണ് ഈ ഹെൻറി ചിരിച്ചതെന്ന് ആദത്തിന് വൈകാതെ മനസ്സിലായി. കാരണം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പെട്ടികൾ, ഇതിൽ നിറയെ സിൽവർ നിറച്ചുകൊണ്ട് യുദ്ധസ്ഥലത്തേക്ക് പോവാണല്ലോ. എന്നാൽ ഈ പെട്ടിയിലൊന്നും ഒരു തരി പോലും സിൽവർ ഇല്ല, മുഴുവനും വെറും കല്ലുകളാണ്. അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള പെട്ടികളൊക്കെ ആദ്യം തുറന്നു നോക്കുന്നുണ്ട്, എല്ലാത്തിലും വെറും കരിങ്കല്ല് മാത്രം. സത്യം പറഞ്ഞാൽ ഈ ചതിയനായി നിന്നുകൊണ്ട് ജോഷുവ സ്പീഡ് പല വിവരങ്ങളും ഈ ആദത്തിന് കൊടുക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് എബ്രഹാം ലിങ്കന്റെ പദ്ധതി അനുസരിച്ചാണ്. ഇതുപോലെ സിൽവർ കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരെ ഈ ഒരു ട്രെയിനിലേക്ക് കൊണ്ടുവന്നത് തന്നെ എബ്രഹാം ലിങ്കന്റെ പദ്ധതി അനുസരിച്ചാണ്. ഇതൊരു ചതിയായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ ദേഷ്യം കാരണം ആദം എന്താക്കി ജോഷുവ സ്പീഡിന്റെ കഴുത്തിൽ കയറി ഒരൊറ്റ കടിയാണ്, അവനെ ഒരു വാമ്പയർ ആക്കി മാറ്റുകയാണ്. ഇത് കണ്ട് എബ്രഹാം ലിങ്കന് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. ആദത്തിനെ ആക്രമിക്കാനായിട്ട് അവ ചാടാൻ നിൽക്കുമ്പോഴേക്കും കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പാലത്തിന് അരികിലേക്ക് ട്രെയിൻ എത്തുകയാണ്. പാളം തെറ്റിപ്പോയി. ട്രെയിൻ ഒരു കൺട്രോളും ഇല്ലാതെ മുന്നോട്ടേക്ക് പോവാണ്. അതിന്റെ പല ബോഗികളും തകർന്ന് താഴേക്ക് വീഴുന്നുണ്ട്. ഇപ്പൊ എബ്രഹാം ലിങ്കണും വില്ലും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ആ പാലത്തിന്റെ ഒരു ഭാഗത്തേക്ക് ചാടി ഇറങ്ങുകയാണ്. എന്നാൽ ഭയങ്കര ശക്തിയുള്ള ഈ ആദാണെങ്കിൽ പാലത്തിന്റെ പല തൂണുകളും കാലുകൊണ്ട് ചവിട്ടി പൊളിക്കുന്നുണ്ട് കേട്ടോ. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വാമ്പയർ ആണ് ഈ ആദം. പിന്നീട് ആക്രോശിച്ചുകൊണ്ട് തന്നെ ഈ ആദം എബ്രഹാം ലിങ്കന് നേരെ പാഞ്ഞു വരികയാണ്. എവിടാ എന്റെ സിൽവർ എന്നൊക്കെ ചോദിച്ചിട്ട്. അതേ നേരം തന്നെ എബ്രഹാം ലിങ്കൻ സ്പെഷ്യൽ ആക്കി ഉണ്ടാക്കിയ ഒരു ചെയിൻ അവന്റെ കയ്യിലുണ്ടായിരുന്നു. ആ ചെയിൻ ഉണ്ടാക്കിയത് സിൽവർ കൊണ്ടാണ്. പതിയെ അത് കയ്യിൽ ചുരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആദം ഏകദേശം അടുത്തെത്തിയപ്പോ ആ കൈ കൊണ്ട് അവന്റെ വയറ്റത്തേക്ക് ഒരേറ്റ കുത്താണ് കേട്ടോ. ഇതാടാ നിന്റെ സിൽവർ, എടുത്തോന്ന് പറയാണ്. സിൽവർ കൊണ്ടുള്ള കുത്തായതുകൊണ്ട് തന്നെ ആദം ആ നിമിഷം തന്നെ ചത്തു മലകിയാണ്. ഇതേ നേരം തന്നെ കത്തി അമർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പാലം, ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. എബ്രഹാം ലിങ്കണും അതുപോലെ തന്നെ വില്ലും നോക്കുമ്പോൾ ട്രെയിനിന്റെ ഒരു ബോഗി അതങ്ങനെ ഒരു വിധത്തിൽ മുന്നോട്ടേക്ക് അങ്ങനെ കയറി പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. എന്നാൽ പെട്ടെന്ന് ആ ഒരു ബോഗി സ്റ്റെക്കായി നിൽക്കുകയാണ്. നോക്കുമ്പോൾ എന്താ നമ്മുടെ ഹെൻറി വന്നിട്ട് പാലവും ആ ഒരു ബോഗിയും തമ്മിൽ അങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. വാമ്പയർ ആയതുകൊണ്ടാണ് കേട്ടോ അവൻ ഇത്രയും ശക്തി. എന്തായാലും ആ ഒരു ബോഗി വഴി നമ്മുടെ എബ്രഹാം ലിങ്കണും വില്ലും രക്ഷപ്പെട്ട് മുകളിലേക്ക് കയറുന്നുണ്ട്. രക്ഷപ്പെട്ട് കഴിഞ്ഞ സമയത്ത് എബ്രഹാം പറയാണ്, ഹെൻറി നിന്നെ പോലെ ചില വാമ്പേഴ്സിനെ വിശ്വസിക്കാൻ പറ്റുമല്ലേ? അപ്പോ പിന്നെ ഈ വാമ്പേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഇവന്മാർക്ക് വയസ്സാവില്ല. ചെറുപ്പക്കാരനായിരിക്കുന്ന സമയത്താണ് എബ്രഹാമിനെ ഹെൻറി പരിചയപ്പെട്ടത്. എന്നാൽ ഹെൻറി ഒന്ന് നോക്കിയാൽ അവൻ ഇപ്പോഴും ചെറുപ്പക്കാരൻ തന്നെയാണ്. ഏത് പ്രായത്തിലാണോ അവർ വാമ്പേഴ്സ് ആവുന്നത് അതേ പ്രായത്തിൽ തന്നെയായിരിക്കും അവരുണ്ടാവുക. എന്തായാലും അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഹെൻറി എബ്രഹാം ലിങ്കണോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, അല്ല ഇതിൽ നിറയെ കല്ലുകളാണെങ്കിൽ ശരിക്കുള്ള സിൽവർ അതെവിടെയും ചോദിക്കുമ്പോൾ ഇപ്പൊ എബ്രഹാം ലിങ്കൺ പറയാണ്, ദർ ഈസ് ഓൾവേസ് പ്ലാൻ ബി. യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ ആവശ്യമായിട്ട് ഈ ഒരു സ്ഥലം മാത്രമല്ലല്ലോ, ഈ ഒരു വഴി മാത്രമല്ലല്ലോ, വേറെയും വഴികളുണ്ടല്ലോ. യെസ്, മറ്റൊരു വഴിയിലൂടെ നമ്മുടെ മേരി അവളുടെ നേതൃത്വത്തിൽ സിൽവറുമായിട്ട് ഒരു സംഘം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഓൾറെഡി യുദ്ധം നടത്തുന്ന പട്ടാളക്കാരുടെ കയ്യിൽ ആ സിൽവർ മുഴുവൻ കിട്ടുകയാണ്. അതുപയോഗിച്ച് അവരെല്ലാവരും വെപ്പൺ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ആ വെപ്പൺ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഈ വാമ്പേഴ്സിനെ പതിയെ അവർ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ നല്ല രീതിയിൽ എബ്രഹാം ലിങ്കന്റെ പട്ടാളക്കാർക്ക് മുന്നേറാൻ കഴിഞ്ഞു. ഇതേ സമയത്ത് തന്നെ ആ ക്യാമ്പിൽ ഉണ്ടായിരുന്ന എബ്രഹാം ലിങ്കന്റെ ഭാര്യ മേരിയെ അറ്റാക്ക് ചെയ്ത് കൊല്ലാനായിട്ട് ആദത്തിന്റെ പെങ്ങളുണ്ടല്ലോ വെഡോമ, അവള് വരികയാണ്. എന്നാൽ ഈ വെഡോമ വരാനായിട്ട് തന്നെ മേരി കാത്തിരിക്കുകയായിരുന്നു. തന്റെ മകന്റെ കഴുത്തിൽ ഒരു ചെയിൻ ഉണ്ടായിരുന്നു. ആ ചെയിൻ ഒരുക്കി അവൾ ഒരു ബുള്ളറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആർക്ക് വേണ്ടി? ഈ വെഡോമയ്ക്ക് വേണ്ടി. എന്തായാലും ആ ഒരു ബുള്ളറ്റ് വെച്ച് മേരി വെഡോമയുടെ നെഞ്ചാങ്കൂട് വെട്ടിവെച്ച് പൊളിച്ചു കളയുന്നുണ്ട്. എന്തായാലും മകളെ കൊന്നവനോട് അവസാനം മേരി പ്രതികാരം വീട്ടിരിക്കുകയാണ്. കുറച്ച് നാളുകൾ പിന്നീട് കഴിഞ്ഞുപോയി. എബ്രഹാം ലിങ്കൺ ആഗ്രഹിച്ചതുപോലെ തന്നെ യുദ്ധത്തിൽ അദ്ദേഹം വിജയിച്ചു. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ഇനി അടിമ സമ്പ്രദായം ഉണ്ടാകില്ല. പിന്നീട് അമേരിക്കയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രസിഡന്റ് ആയിട്ട് മാറുകയാണ് എബ്രഹാം ലിങ്കൺ. ഈ കാര്യം മുഴുവൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് എബ്രഹാം ലിങ്കൺ അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അത്യാവശ്യം പ്രായമായിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹെൻറി പറയാണ്, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊരു കടി തരാം. ആ കടിയിലൂടെ എന്നെ പോലെ തന്നെ നല്ല ചുറുചുറുക്കുള്ള ഒരാളായിട്ട് ഇവിടുത്തെ ജനങ്ങളെ മുഴുവനായിട്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്തൂടെ? ഈ സമയത്ത് എബ്രഹാം ലിങ്കൺ പറയാണ്, ആര് പറഞ്ഞ എനിക്ക് ചുറുചുറുക്കില്ലാന്ന്?
നിങ്ങൾ വാമ്പേഴ്സ്, നിങ്ങളെക്കാളും ചുറുചുറുക്ക് ഞങ്ങൾ മനുഷ്യർക്കാണ്. ചുമ്മാ ഒരു തമാശ എന്നോണം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എബ്രഹാം ലിങ്കൺ എഴുതിയ ആ ഒരു ഡയറി ഹെൻറിയുടെ കയ്യിൽ കൊടുത്ത് ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ ഒരു സിനിമക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഒരു കുതിര വണ്ടിയിൽ എബ്രഹാം ലിങ്കൺ ഇറങ്ങുകയാണ്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. യഥാർത്ഥ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു സിനിമ കാണാനായിട്ട്, സിനിമയല്ല ഒരു നാടകം കാണാനായിട്ട് എബ്രഹാം ലിങ്കണും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ പോകുന്ന സമയത്താണ് എബ്രഹാം ലിങ്കൺ ശരിക്കും വെടിയേറ്റ് മരണപ്പെടുന്നത്. അടിമ സമ്പ്രദായം അതില്ലാതാക്കാനായിട്ട് ആ മനുഷ്യൻ അത്രയും പ്രയത്നിച്ചിട്ടുണ്ട്. ചരിത്രത്തിലെ യഥാർത്ഥ സംഭവമാണിത്. അതിനോട് കുറച്ചധികം ഫാന്റസി എലമെന്റുകൾ ചേർത്താണ് ഈ ഒരു സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും ഈ മനുഷ്യൻ ഈ ലോകത്തിന് വേണ്ടി ചെയ്ത കാര്യം ഒരിക്കലും മറക്കാൻ കഴിയില്ല. അടിമ വ്യവസ്ഥിതി അതിനെ ഇല്ലാതാക്കിയ ഒരു പരിധി വരെ. ഇതിലെ വാമ്പേഴ്സ്, ആ വാമ്പേഴ്സിന് നമുക്ക് ചോര കൊതിയന്മാരായിട്ടുള്ള വാമ്പേഴ്സിനേക്കാൾ ക്രൂരരായിട്ടുള്ള മനുഷ്യരുണ്ടല്ലോ, അവരുമായിട്ട് ഉപമിക്കാം. എന്തായാലും സിനിമയുടെ അവസാനത്തിൽ ഒരു കാര്യം കൂടെ കാണിക്കാൻ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞുപോയി നമ്മുടെ ഇന്നത്തെ കാലഘട്ടം. ഇപ്പോഴും ഹെൻറി എന്ന ആ ഒരു വാമ്പയർ ജീവിച്ചിരിക്കുക. ഹെൻറി നേരെ ഒരു ബാറിലേക്ക് പോയപ്പോൾ ഭയങ്കരമായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണാണ്. അവന്റെ തോളത്ത് തട്ടിയ സമയത്ത് അവന്റെ അരയിൽ നിന്നും ഒരു ഗണ്ണ് താഴേക്ക് വീഴുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? ഇപ്പോഴും വാമ്പേഴ്സ് ഈ ലോകത്തിൽ ഉണ്ട് എന്നല്ലേ. അവരെ തോൽപ്പിക്കാൻ മറ്റൊരു യുദ്ധം കൂടെ ആവശ്യമാണ്. ശരിക്കും സിനിമയുടെ അവസാനം എന്താണ് ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് അറിയുന്നവരാണെങ്കിൽ ചുമ്മാ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതുകേട്ട. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.